പഞ്ചമസ്കന്ധത്തിലെ ഭരതചരിതം എന്ന വിഷയത്തെക്കുറിച്ചാണ്. കഥ വാസ്തവം നിങ്ങളെല്ലാം എല്ലാ വർഷവും കേട്ട് പരിചിതമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇത് പറയുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ ധർമ്മം. ഒരിക്കൽ കേട്ടാൽ പോരാ. ഞാൻ ഈ കഥയൊക്കെ എനിക്കറിയാം, ഇനി എന്താ ഞാൻ ഈ ഭാഗവതം കേൾക്കാൻ പോകുന്ന വീട്ടിലിരുന്നാൽ പോരെ എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നാം. നരസിംഹാവതാരം ഈ കഥയൊക്കെ ഞങ്ങൾക്ക് എത്ര അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ വീണ്ടും വീണ്ടും ഇത് കേൾക്കുമ്പോൾ മാത്രമേ അത് ഉള്ളിലെത്തി മനസ്സിനെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമാകും. അല്ലെങ്കിൽ കേട്ട് മറന്നു പോകും, വീണ്ടും കേട്ട് മറന്നു പോകും, പിന്നെയും പിന്നെയും കേൾക്കണം. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിന്റെ ആമുഖത്തിൽ പറയും, പിബത ഭാഗവതം രസം ആലയം. ലയം ഉണ്ടാകുന്നത് വരെ ഈ ഭാഗവത രസം കുടിച്ചുകൊണ്ടിരിക്കണം. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കില്ലേ? ഇനി ഞാൻ ഇന്ന് വെള്ളം കുടിക്കില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? രാവിലെ വെള്ളം കുടിച്ചു, കുറച്ച് കഴിഞ്ഞ് കുടിച്ചു, ഇത് ആവർത്തനമല്ലേ? ഇതൊന്നും മടുപ്പ് വരുമോ? ഇല്ല. ഭാഗവതം അങ്ങനെയാണ്. വീണ്ടും വീണ്ടും ഈ കഥ കേട്ടാൽ ദാഹം ശമിക്കുക ചെയ്യുക. ആത്മദാഹത്തെ ശമിപ്പിക്കാനാണ് ഈ കഥകൾ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് കഥാകഥനം പിന്നെയും പിന്നെയും കേൾക്കാം. 100 പ്രാവശ്യം കേട്ടാലും അധികമാവില്ല. 100 പ്രാവശ്യം വെള്ളം കുടിച്ചു ഇനി വെള്ളം കുടിക്കില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വ്യാസൻ പിബത കുടിക്കൂ എന്ന് തന്നെ പറഞ്ഞത്. കേൾക്കാനല്ല, ഭാഗവത രസം കുടിക്കാനാണ് പറയുക. വേദങ്ങളിലെയും ഉപനിഷത്തിനെയൊക്കെ സാരാംശം കറന്നെടുത്ത് അതൊരു ജ്യൂസ് പോലാക്കി ഒരു ഗ്ലാസ്സിലാക്കി സ്പൂണും കൊണ്ട് എന്താണ് ശിവബ്രഹ്മർഷി പുറകെ നടക്കാണ്. പിബത കുടിക്കൂ 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 എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളാരുടെ പുറകെ അമ്മ പാലും ഗ്ലാസും ഒക്കെ ആയിട്ട് പോകുന്നത് നമ്മുടെ പുറകെ ഇതൊന്നും കുടിക്കൂ, ഇതൊന്നും കുടിക്കൂ എന്ന് ഇത്രയും വേണ്ടൂ. ഇത് നമുക്ക് തന്നിരിക്കുന്നു പാകനാക്കി. പിബത ഭാഗവതം രസം എന്ന് ആലയം ലയം ഉണ്ടാകുന്നവരെ ഈ മധ്യജീവിതത്തിന്റെ അന്തിമ നിമിഷം വരെ എന്ത് ചെയ്യണം? ഇത് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ ആത്മദാഹിക്കാൻ പറ്റുള്ളൂ. ഈ ആമുഖത്തോടെയാണ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഭരതന്റെ കഥ എത്ര പ്രാവശ്യം കേട്ടാലും അത് അധികമല്ല. ബാക്കി ഏത് കഥകൾ കേട്ടാലും ഇതൊക്കെ ഞങ്ങൾ കേട്ട കഥ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. പക്ഷേ ഭാഗവത കഥ എത്ര കേട്ടാലും അത് മതിയാവില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആ കഥ ഇവിടെയും പറയാൻ കേൾക്കാൻ നമ്മൾ സന്നദ്ധരാവണം എന്നുള്ളതാണ്. പഞ്ചമസ്കന്ധത്തിലെ ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയമാണ്. പഞ്ചമസ്കന്ധത്തിലെ വിഷയം തന്നെ സ്ഥിതിയാണ്. സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഊതയ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗവതത്തിന്റെ വിഷയത്തിൽ പഞ്ചമസ്കന്ധത്തിലെ വിഷയം സ്ഥാനമാണ്. സ്ഥാനം എന്ന് വെച്ചാൽ സ്ഥിതി ആണ്. സ്ഥിതി വൈകുണ്ഠ വിജയ. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണിക്കലാണ്. ഈശ്വരനുണ്ട് എന്ന് നമുക്കറിയാം. എവിടെയെന്ന് ചോദിച്ചാലും ആ പ്രഹ്ലാദനോട് ഇതിൽ പറഞ്ഞതുപോലെ തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, കല്ലിലുണ്ട്, മണ്ണിലുണ്ട്, എല്ലായിടത്തുണ്ട്. എന്നാൽ എങ്ങനെ കാണാൻ പറ്റും? അവിടെയാണ് ഭഗവാന്റെ സ്ഥിതി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. സൂര്യൻ യഥാകാലം ഉദിച്ചസ്തമിക്കുന്നത് നമ്മളാരും പറഞ്ഞിട്ടല്ല. കാറ്റ് വീശുന്നത് നമ്മളാരും പറഞ്ഞിട്ടല്ല. മഴ പെയ്യുന്നത് നമ്മളാരും പറഞ്ഞ് കൃത്യ കലണ്ടർ വെച്ചൊന്നുമല്ല. അപ്പൊ ഇതെല്ലാം അതേപോലെ നമ്മുടെ ഗമനവും പോക്കും വരവും ജീവിതവും ജന്മവും ഒക്കെ ആരാണ്? വൈകുണ്ഠന്റെ ആ അനുസ്യൂതമായ പ്രയത്നം കൊണ്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ടാണ് വൈകുണ്ഠന്റെ വിജയമാണ് നിലനിൽപ്പാണ്. എല്ലാ വസ്തുക്കളെയും അതാത് സ്ഥാനത്ത് സ്വസ്ഥമായി നിലനിർത്തൽ ഭഗവാൻ ധർമ്മമാണ്. അതെങ്ങനെ ഇത് കാണിക്കാണ് പഞ്ചമസ്കന്ധ വിഷയം. എങ്ങനെ നിലനിർത്താൻ പറ്റും എന്ന്. ഈ സ്ഥിതി 2 വിധത്തിലാണ്. ഒന്ന് സ്വരൂപസ്ഥിതി, മറ്റൊന്ന് ദേശസ്ഥിതി. സ്വരൂപസ്ഥിതി ഭഗവാന്റെ സ്വരൂപം എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ ദേശത്തിൽ ഭഗവാനുണ്ട്, ഈ 2 വിഷയമാണ് ഈ 15 അധ്യായത്തിൽ കൂടി പറയുന്നത്. സ്വരൂപസ്ഥിതിയിൽ ഭക്തി, യോഗം, ജ്ഞാനം 3 വിഷയം പറയും. ഭക്തിയെക്കുറിച്ച് പറയും, യോഗത്തെക്കുറിച്ച് പറയും, ജ്ഞാനത്തെക്കുറിച്ച് പറയും. ദേശം എന്ന വിഷയത്തിൽ വരുമ്പോൾ ഇനി വരുന്നത് ഭൂഗോള വർണ്ണനം മുഴുവൻ അവിടെയാണ്. ഭൂഗോളത്തിൽ ഭഗവാൻ ഇല്ലാത്ത സ്ഥലമില്ല. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ഭൂമിയിൽ എല്ലായിടത്തും ആരുണ്ട്. അത് കാണിക്കലാണ് ഭൂഗോള വർണ്ണനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ദേശസ്ഥിതിയുമായി സ്വരൂപസ്ഥിതിയുമായി. ഇതുകൊണ്ട് നേടിയെടുക്കേണ്ടത് ഭഗവാൻ ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ അത് അനുഭവിച്ചറിയാൻ പറ്റുമെങ്കിൽ
അതുകൊണ്ട് കിട്ടുന്ന ഒരു ആത്മാനന്ദമുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. സുഖമല്ല വേണ്ടത്, ആനന്ദം. സുഖം അനുഭവിക്കൊണ്ടിരിക്കും. ഇപ്പൊ സുഖമായി, ഇത്രയും ദുഃഖമായി, എന്നെയും സുഖം വരും, എന്നെയും ദുഃഖം വരും, ഇതിങ്ങനെ അനുഭവിക്കൊണ്ടിരിക്കും. ഇതല്ല നമുക്ക് വേണ്ടത്, ആനന്ദമാണ്. ആനന്ദം അന്തിമം വരെയുള്ളതാണ്. ആ സമന്ത നന്ദതി എന്നാണ്. അന്തിമ ദിവസം വരെയും നമ്മുടെ കൂടെ നിന്ന് സന്തോഷിപ്പിക്കുന്നതിൻ്റെ പേരാണ് ആനന്ദം. അതുകൊണ്ട് ആത്മാനന്ദമാണ് വേണ്ടത്, സുഖം അല്ല. സുഖത്തിന് വേണ്ടി ആരും യത്നിക്കുകയും വേണ്ട. യത്നിച്ചാലും ഇല്ലെങ്കിലും കിട്ടും, ദുഃഖവും കിട്ടും. രണ്ടും മാറി മാറി വന്നതേ ഇല്ല. അതിനുവേണ്ടി പ്രത്യേക പ്രയത്നം ആവശ്യമില്ല. പക്ഷേ ആനന്ദത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അത് നന്നായിട്ട് പ്രയത്നിക്കണം. അതിന് വേണ്ടത് ഭക്തിയുടെ വഴിയുണ്ട്, ജ്ഞാനത്തിൻ്റെ വഴിയുണ്ട്, അതേപോലെ യോഗത്തിൻ്റെ വഴിയുണ്ട്. ഈ 3 വഴികളാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതിലാദ്യം ഭരതൻ്റെ കഥയാണ്. അതിൽ ഭക്തിയുടെ ഒരു പ്രധാനപ്പെട്ട വഴിയായി തിരഞ്ഞെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അഗ്നിദേവന്റെ പുത്രനായ നാഭി. ആ കഥകളൊക്കെ ഇവിടെ പറഞ്ഞ് പുത്രനായ ഋഷഭദേവൻ, അതിൽ 6 പുത്രന്മാരുണ്ടായി. ജ്യേഷ്ഠനാണ് ഭരതൻ. ഋഷഭദേവൻ പുത്രന്മാർക്ക് ജ്ഞാനോപദേശം ചെയ്ത് ഭരതനെ രാജ്യമേൽപ്പിച്ച് പരിവ്രാജകനായി തപസ്സിനു. ആ കഥയൊക്കെ വായിച്ച് പറഞ്ഞു കഴിഞ്ഞാണ്. ഭരതൻ ഭരിച്ചതുകൊണ്ട് അജനാഭം എന്ന ഈ വർഷം ഭാരതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതുവരെ അജനാഭ വർഷം എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീടാണ് ഭാരതം എന്ന പേരായത്. പിതാവിനെ പോലെ ധർമ്മം അനുസരിച്ച് രാജ്യം പരിപാലിച്ചു. വേദവിധി അനുസരിച്ച് ഗാർഹസ്ഥ്യ ജീവിതം സ്വീകരിച്ചു. വിശ്വരൂപന്റെ പുത്രിയായ പഞ്ചജനിയെ വിവാഹം കഴിച്ചു. അതിൽ 5 പുത്രന്മാരുണ്ടായി. ആ പുത്രന്മാരെയൊക്കെ യഥായോഗ്യം വിദ്യാഭ്യാസങ്ങളൊക്കെ ചെയ്യിച്ചിട്ട് പൂർവികരുടെ ആ ധർമ്മപാത പിന്തുടർന്നുകൊണ്ട് അതിനുവേണ്ടി യാഗങ്ങളും യജ്ഞങ്ങളും നിരന്തരമായി നടത്തിക്കൊണ്ടേയിരുന്നു ഭരതൻ. യാഗവും യജ്ഞവും രണ്ടാണ്. രൂപത്തോടു കൂടിയതാണ് യാഗം. അതായത് ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നതിന് പേരാണ് യാഗം എന്ന്. ഒരു ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്ന യജ്ഞത്തിൻ്റെ പേര് യാഗം എന്നാണ്, അല്ലാത്തത് യജ്ഞമാണ്. രണ്ടും രണ്ടാണ്. പുത്രകാമേഷ്ടി യാഗമാണ്, അത് യജ്ഞമല്ല. കാരണം എന്താണ്? പുത്രൻ വേണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ വീട്ടിൽ. ഇതേപോലെ സകാമമായ യജ്ഞത്തിൻ്റെ പേരാണ് യാഗം എന്ന്. പക്ഷേ സപ്താഹം യജ്ഞമാണ്, യാഗമല്ല. കാരണം ഇതിനകത്ത് എന്തില്ല? ഒരാഗ്രഹമില്ല, ഒരു കാമനകളുമില്ല, ഒന്നും നേടാൻ വേണ്ടിയിട്ടുമല്ല. ഇതാണ് യജ്ഞവും യാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് രണ്ടും ദേഹം അനുഷ്ഠിച്ചു ഭരതൻ. യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്ത് ധർമ്മം ഭൂമിയിൽ നിലനിർത്തി. ഓരോ ദിവസവും യജ്ഞം ചെയ്യുമ്പോൾ തൻ്റെ അന്ധകരണം ശുദ്ധമാകണമെന്നുള്ള ഏക ആഗ്രഹത്തോടു കൂടിയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഏത് കർമ്മവും ചെയ്യുമ്പോഴും അതാണ് വേണ്ടത്. ഈ കർമ്മം കൊണ്ട് എൻ്റെ ഉള്ളിൽ എന്താകണം? ശുദ്ധമാകണം. അന്ധകരണം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കർമ്മങ്ങളും. അവിടെ ഗാർഹിസ്ഥ ജീവിതത്തിൽ നിന്നും വിരക്തി നേടുക തന്നെ ചെയ്യണം. എന്നും അതിനകത്ത് കിടക്കാനുള്ളതല്ല. ഗാർഹിസ്ഥ ജീവിതത്തിൻ്റെ പരിധി പുത്രൻ അല്ലെങ്കിൽ പുത്രി വിവാഹിതനായാൽ മാതാപിതാക്കൾ ഗാർഹിസ്ഥ്യം വിട്ട് വാനപ്രസ്ഥ. ഇനി അല്ലെങ്കിൽ പുത്രനോ പുത്രിക്കോ ഒരു പുത്രൻ ഉണ്ടാകുന്നതല്ല. പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പുത്രനോ പുത്രിക്കോ പുത്രനുണ്ടായി പിന്നെ അവരുടെ പുറകെയാണ്. അവരെ പഠിപ്പിച്ച് നോക്കി, അവരുടെ കാര്യങ്ങൾ നോക്കി, അവർ വലുതായി, അവരെ വിവാഹം കഴിപ്പിച്ച് അവർക്ക് പുത്രനായി, അവരെ നോക്കുന്നു. എവിടുന്നാ ചിന്തിച്ച് പോരാൻ പറ്റുന്നത്? എവിടുന്നാ ചിന്തിക്കാൻ പറ്റുന്നത്? ഇത് മതിയാക്കി നിശ്ചയിക്കാൻ പറ്റുന്ന എവിടുന്ന? ഒരിക്കലും പറ്റില്ല. അപ്പൊ എന്താണ്? മരിക്കുന്നത് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ വിരക്തി ഉണ്ടാകും. ഇത്രയൊക്കെ മതി, എൻ്റെ കൃത്യങ്ങൾ ഞാൻ നിർവഹിച്ചു, ഇനി ഇത് അടുത്ത ഒരു തലമുറയെ ഏൽപ്പിച്ചു, അവർ വേണ്ടത് ചെയ്തു, അവരുടെ പുറകെ പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് നമുക്ക് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മളുടെ ഗതി പോക്ക് ഉണ്ടാകുന്നുള്ളൂ, ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അല്ല ഇവിടെ കിടന്ന് വീണ്ടും കറങ്ങി തിരികെ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഗാർഹിസ്ഥ്യം മതിയാക്കി, വിരക്തി വന്നു, രാജ്യഭരണം തുറന്ന് ഏൽപ്പിച്ചു. വീടിൻ്റെ ഭരണം ആരെ ഏൽപ്പിക്കണം? മകനെ ഏൽപ്പിക്കണം. അടുക്കളയുടെ ഭരണം മരുമകളെ ഏൽപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കുറേശ്ശെ വിടുതൽ നേടണം. ഒരു ദിവസമല്ല, പെട്ടെന്ന് പതുക്കെ. എന്നിട്ട് അവർ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യും.
അതിനെ ചോദ്യം ചെയ്ത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക. നമുക്കതല്ല, അവരെ ഏൽപ്പിച്ചാൽ അവരുടെ പുറകെ നമുക്ക് വഴക്കുണ്ടാക്കി ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറകെ പോകരുത്. വിദഗ്ധനാണെങ്കിൽ തിരിഞ്ഞു പോയി തന്നെ ചെയ്യണം. അവൻ അവരുടെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യം ചെയ്യട്ടെ. ഇത്രയും കാലം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യില്ലേ, ഇനി അടുത്ത ആൾ ഞാൻ ചെയ്യണം, അത് ഏൽപ്പിക്കണം. അങ്ങനെ വിദഗ്ധി വന്നിട്ട് അദ്ദേഹം പുലഹാശ്രമത്തിലേക്ക് പോയി. അവിടെ പോയി ആശ്രമത്തിലേക്ക് ആവശ്യമായ എല്ലാം ചെയ്തു കൊടുത്ത് ഏകാന്തതയിൽ തപസ്സനുഷ്ഠിച്ച് വിഷയത്തോടുള്ള ആശകളൊക്കെ വിട്ടു. ഇതൊക്കെ ഞാൻ എത്ര കാലം അനുഭവിച്ചതാണ്. ഇനി എന്താണിത്? ഇത് 99 വയസ്സായി മരിക്കാൻ കിടക്കുന്ന ഒരാളോട് എന്താ പാൽപ്പായസമാണോ നമുക്ക് കൊണ്ടുവന്നേക്കോ തരാൻ പറയും. കാരണം എന്താണ്? ഈ ആഗ്രഹം വിട്ടിട്ടില്ല. വായിൽ ഒഴിച്ചാൽ ഇറക്കാൻ പറ്റില്ല, എന്നാലും ഒഴിച്ചേക്കും. അതിന് പാതറിയാം. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഇതൊക്കെ കുടിച്ചില്ലേ, ഇത് മതിയാക്കി കൂടെ എന്ന് വിചാരിക്കണം. ഇനി എനിക്കിതൊന്നും ആവശ്യമില്ല. ഇത്ര കാലം ഞാൻ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ധാരാളം കഴിച്ച് എന്ത് ചെയ്യണം? പിന്തിരിയണം. ഇതിൻ്റെ പേരാണ് വിരക്തി എന്ന്. മതിയാകെ, ഇതൊക്കെ മതി, ഇത്രയൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, ഇനിയും എനിക്കിതൊന്നും ആവശ്യമില്ല. കിട്ടിയാക്കിരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, പോട്ടെ. ഈ ഒരു വിരക്തി ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് ഭരതന്റെ കഥയിൽ കൂടി നാം ബോധ്യപ്പെടുത്താൻ ഋഷി ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭക്തി തന്നെ, വിരക്തി വന്നാൽ ഭക്തി ഉണ്ടാകും. അങ്ങനെ ഭക്തി ഉണ്ടായാൽ ഭക്തിയുടെ ബാഹ്യ അംഗങ്ങളൊക്കെ രോമാഞ്ചം, കണ്ണുനീര് ഇതൊക്കെ ഉണ്ടായി ഒടുവിൽ ഞാനെന്ന അഹന്തയും ഇല്ലാതാകും. അപ്പോൾ നിർഗുണം ബ്രഹ്മ ചൈതന്യം മാത്രമായി അവശേഷിക്കും. അതിനെ അദ്ദേഹം സൂര്യമണ്ഡലത്തിൽ കണ്ട് ധ്യാനിച്ചു. ഗായത്രി മന്ത്രം കൊണ്ട് പരൂരജ ഭവിതു ജാതവേദോ ദേവസ്യ ഭർഗോ മനഭേദം ജഗാന. ഭർഗദേവനായ സൂര്യന്റെ ചൈതന്യത്തെ തൻ്റെ മനസ്സിൽ ആത്മബുദ്ധിയിൽ കണ്ട് ഉറപ്പിച്ചു. ഗായത്രി ലക്ഷ്യം അതാണ്. നമ്മുടെ സമസ്ത ജ്ഞാന വിജ്ഞാനങ്ങളും നൽകുന്ന സൂര്യനിൽ നിന്നാണ് അതിലേക്ക് തിരിച്ചു പോകുക തന്നെ ചെയ്യും. അങ്ങനെ ബുദ്ധി കൊണ്ട് ഇതിനെ ഉറപ്പിച്ചു നിർത്തിയിട്ട് യമനിയമാദികളായ അഷ്ട അംഗങ്ങളിൽ കൂടി യമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം എന്നുള്ള ആ അഷ്ടാംഗത്തിലെ ധ്യാനം വരെയായത്. ഇവിടെ നോക്കൂ, യമം അനുഷ്ഠിക്കാം, നിയമം അനുഷ്ഠിക്കാം. അത് മനസ്സിനെയും ഇന്ദ്രിയത്തെയും കുറേശ്ശൊക്കെ അടക്കമെത്താൻ പറ്റുക. ഒരു ആസനത്തിൽ ഇരിക്കുക, പ്രാണായാമം ചെയ്യുക. എന്നിട്ട് എന്താണ് വിഷയങ്ങളെ മനസ്സുകൊണ്ട് വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കൽ. അത്രയും ആയിക്കഴിഞ്ഞാൽ ധ്യാനിക്കാൻ പറ്റും. അതായത് വെറുതെ ആദ്യം പോയി ധ്യാനിക്കുന്നില്ല, ഒന്നും കിട്ടില്ല. കാരണം ധ്യാനത്തിൽ വരുന്ന മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഈശ്വരന് വരില്ല. അപ്പോൾ നമ്മൾ മതിയാക്കിയിട്ട് പോകും. ഞാൻ കൃഷ്ണനെ ധ്യാനിക്കാനാണ് പോയി, പക്ഷേ കൃഷ്ണൻ എൻ്റെ മനസ്സിൽ വരില്ല. എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണ്? അവിയലും പുളിശ്ശേരിയും സാമ്പാറും പായസവും ചെടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ മതിയാക്കി പരാജയിച്ചു പോകും. അതുകൊണ്ട് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ധ്യാനം പറയുന്നത്. എങ്കിലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം ആ ധ്യാനാവസ്ഥയിൽ വിഷയത്തോട് ചേർച്ചയുണ്ടായാൽ ആപത്താണ്, അപകടമാണ്. ഇത് പറയാനാണ് ഭരതൻ കഥ പറഞ്ഞുകൊണ്ട് വരിക. ഒരു നാൾ ഭരതൻ ഗണ്ഡകി നദിയിൽ സ്നാനം ചെയ്തു. അവിടെ കുളിച്ച് സന്ധ്യാവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻപേട ഓടി വരുന്നു. സിംഹം അതിന് പുറകെയുണ്ട്. സിംഹത്തെ കണ്ട് ഭയന്ന് പേടിച്ച് വിറച്ച് ഓടി വന്ന ഈ മാൻപേട, പൂർണ്ണ ഗർഭിണിയായിരുന്ന മാൻപേട, വെള്ളത്തിൽ വീണു. ഇദ്ദേഹത്തിന് മുമ്പിൽ തന്നെ വീണ് ഒഴുകി താഴോട്ട് പോകും. അദ്ദേഹം കണ്ടപ്പോൾ ആർക്കെന്ന് തോന്നുമല്ലോ, ഇത് കഷ്ടമല്ലേ, രക്ഷിക്കണമല്ലോ അതിനെ ചോദിച്ചു. അദ്ദേഹം രക്ഷിക്കാൻ നോക്കി. മാൻപേട മരിച്ചു. കുട്ടി മരിച്ചിട്ടില്ല. ഇദ്ദേഹം ഈ കുട്ടിയെ ഒഴുക്കിൽ നിന്നും വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കാരുണ്യം തോന്നി. ആ കുട്ടികളെ കാണുമ്പോൾ അല്ലേ, മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന കുട്ടികളെ കാണുമ്പോൾ ഒരു കാരുണ്യം തോന്നും. ആ കാരുണ്യം ഇദ്ദേഹത്തിന് സത്വഗുണം കൊണ്ടാണ്. സത്വഗുണം കൊണ്ടേ കാരുണ്യം ഉണ്ടാവും, അതിനുണ്ടാവില്ല. നമ്മളുണ്ട് സത്വഗുണം. സത്വമുണ്ട്, രജസുണ്ട്, തമസുണ്ട്. 3 ഗുണം അതിനുണ്ട് നമ്മളുണ്ട്. ഈ സത്വഗുണം എപ്പോഴും ഒന്നും പ്രകടമാകില്ല. ഇവിടെ വന്നിരുന്ന് യജ്ഞവേദിക്ക് വന്ന് ഇത് കേൾക്കുമ്പോൾ 20 മണിക്കൂർ 2 മണിക്കൂർ വന്ന് സത്വഗുണം ഉള്ളവരാണ്. അതിന് യാതൊരു ആശങ്കയില്ല. ഇവിടെ വിട്ട് പുറത്തേക്ക് കിടന്നാൽ പിന്നെ നാട്ടുകാരും വീട്ടുകാരും അവരുടെ പരാതി, ഇവരുടെ പരാതി. എന്താണ്? അവിയലിന് ഉപ്പ് കുറവായിരുന്നു, സാമ്പാറിന് പുളി കൂടുതലായിപ്പോയി. ഇങ്ങനെ ഇവിടെ കാണുന്ന ഈ ഓരോ പരാതികളും പരസ്പരം പറഞ്ഞ് പോകുന്നത് രജോ ഗുണത്തിൻ്റെ സ്വഭാവം.
അതാരുണ്ട്? നമ്മളുണ്ട്. ഈ ഇവിടുന്ന് പോയി വീട്ടിൽ ചെല്ലുമ്പോൾ തനിനിറം വരും. അതാണേത് തമോ ഗുണം. ഇത് അങ്ങനെ ഇതൊന്നുമല്ല. ഈ ഭാഷയും വാക്കും സ്വഭാവവും ഒന്നും ഇതെല്ലാം കാര്യം കാണിക്കാൻ. ഈ മൂന്നും ആരുണ്ട്? നമ്മളുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ സത്വഗുണമുള്ളവരാകും, രജഗുണമുള്ളവരാകും, തമോ ഗുണമുള്ളവരാകും. ഇത് മൂന്നും തമ്മിലുണ്ട്. അപ്പൊ അതില് സത്വഗുണം ഉള്ളപ്പോഴാണ് കാരുണ്യം തോന്നുന്നത്, അല്ല കാരുണ്യം തോന്നില്ല. എല്ലാവർക്കും എപ്പോഴും തോന്നണമെന്നില്ല. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് അഷ്ടാംഗ യോഗം അനുഷ്ഠിച്ച് ധ്യാനാവസ്ഥയിൽ എത്തിയ ആ ഒരു സന്ദർഭത്തിലാണ് വിഷയത്തിനുള്ള ആസക്തി കാണുന്നത്. എന്താ വിഷയം? മാൻകുട്ടിയെ കണ്ടപ്പോൾ അതിനോടൊരു കാരുണ്യം തോന്നി. അത് ആ കുട്ടി തൻ്റെ കുട്ടിയാണ് എന്ന് അതിനോടൊരു ആധമന്യം തോന്നും, അടുപ്പം തോന്നും. ഇത് സ്വന്തം കുട്ടിയെ പോലെ എങ്ങനെ ചെയ്യണം? അവിടെ നിന്നെടുത്ത് ആശ്രമത്തിൽ കൊണ്ടു നിർത്തി അതിനെ തുടച്ച് വൃത്തിയാക്കിയിട്ടു. അതിനെ പുല്ല് പൊരിച്ചു കൊണ്ടുവന്ന് കയ്യിൽ വെച്ച് മുറിച്ച് വായിൽ കൊടുത്തു. അതിങ്ങനെ തിന്നുന്ന കാണുമ്പോൾ രസമാണ്. അതിന് വെള്ളം കയ്യിൽ വെച്ച് കൊടുത്തു. അതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും. ഇങ്ങനെ അതിനെ ശുശ്രൂഷിച്ചുകൊണ്ടേ. ഇത് വാസ്തവത്തിൽ അഷ്ടാംഗ യോഗത്തിലെ ധ്യാനം അനുഷ്ഠിച്ച് ഒരാളുടെ കൃത്യം ആണോ? അല്ല. അതിന് ചെയ്യുന്നതല്ല. ഇത് സാധാരണ മനുഷ്യനാവാം. പക്ഷെ ഭഗവാൻ ആരാണ്? യോഗിയാണ്, യോഗം അനുഷ്ഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആസക്തി ഒരു കുട്ടിയോട് തോന്നേണ്ടത് അല്ല. പക്ഷെ അദ്ദേഹത്തിന് തോന്നി. അപ്പൊ എന്തായി? അധപ്പതനം ഉണ്ടായി. യോഗ സമാധിയിൽ നിന്ന് അദ്ദേഹത്തിന് അധപ്പതനം ഉണ്ടായി, താഴെ കൊണ്ടുപോയി. പാലന ലാളന പ്രീണന അനുധ്യാനേന ആത്മനിയമാഹ പുരുഷ പരിചര്യാദയ ഏകൈകശ കതിപയേന അഹദ്ഗണേന വിയുജ്യമാന കില സർവേവ ഉദാഹരണം. കുറച്ച് ദിവസം കൊണ്ട് ഈ കുട്ടിയെ ശുശ്രൂഷിക്കാൻ നേരെ വിട്ടു. ജപമൊക്കെ വിട്ടു, ധ്യാനം വിട്ടു. അതിനൊന്നും സമയമില്ല. കാരണം എന്താണ്? ഉണർന്നാൽ പിന്നെ വൈകുന്നേരം വരെ എന്ത് ചെയ്യണം? ഈ കുട്ടിയുടെ കൂടെ നടക്കുക. കുട്ടിയെ ആരും ആക്രമിക്കരുത്. കാട്ടിൽ പോയാൽ പേടിയാണ്. കാരണം ആരെങ്കിലും ആക്രമിച്ചെങ്കിലോ അതിന് പുറകെ പോകും. അപ്പൊ ഇദ്ദേഹത്തിന് സന്ധ്യാവന്തനമോ കുളിയോ ജപമോ യോഗമോ അനുഷ്ഠാനമോ ഒക്കെ എന്ത് ചെയ്തു? അധപ്പതിച്ചു. ഇതിൽ നിന്നൊക്കെ അദ്ദേഹം വെറുതെ ബന്ധിച്ചു. കുറച്ച് ദിവസം കൊണ്ട് ആദ്യം കുറേശ്ശെ കടിച്ചുപിടി ചെയ്ത് നോക്കി. പിന്നെ ഇതൊന്നും വേണമെന്ന് വെച്ചു. ആര് മതി? ഈ മാൻകുട്ടി മതി. ഈ മാറ്റൊന്നും വേണ്ട. നമുക്ക് മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് വിഷയങ്ങൾ നമ്മെ കടന്നു പിടിച്ച് അധപ്പതനത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് വ്യാസൻ ഈ ചെറിയ കഥയിൽ വരച്ച് കാണിക്കാം. നമ്മൾക്ക് തീർച്ചയായും അനുഭവിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ പലപ്പോഴും ഇങ്ങനെയാണ്. നാമം ചെല്ലാൻ നിൽക്കുമ്പോൾ, വ്രതം ചെല്ലാൻ നിൽക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ കണ്ടാൽ, വീട്ടിലെ ഒരാവശ്യം വന്നാൽ, വിരുന്നുകാർ വന്നാൽ ഇതറിയിച്ചിട്ട് പോകും. നാളെ ആട്ടെ നാമം ചെല്ലുന്നത്, ഇന്നിപ്പോൾ കുഴപ്പമില്ലല്ലോ. നാളെ ഇങ്ങനെ വന്നാലോ, പിറ്റേ ദിവസമായിട്ട് എന്താ കുഴപ്പം? ഇതാണ് പ്രധാനം. ഇങ്ങനെ നമ്മൾ നിത്യേന അനുഷ്ഠിക്കുന്ന അനുഷ്ഠികളൊക്കെ പതുക്കെ എന്ത് ചെയ്യും? ഇല്ലാതാക്കി തരും. ഇതാണ് ഇദ്ദേഹത്തിന് പറ്റിയത്. വിഷയാസക്തി കൊണ്ട് വന്നു ചേർന്ന അധപ്പതനം നോക്കണേ. ഇത്രയും എത്തിയ ഒരാൾക്കാണ് ഇത് വന്നു നോക്കണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ധ്യാനാവസ്ഥയിൽ എത്തിയ ഒരാൾക്കാണ് ഈ സംഭവിക്കുന്നത് നോക്കണം. നമ്മൾക്കല്ല വാസ്തവത്തിൽ. പക്ഷെ അപ്പൊ നമ്മുടെ കഥ എന്ത് പറയാൻ? ഒന്നും പറയാനില്ല. അതിനേക്കാൾ കഷ്ടമായിരിക്കും. പക്ഷെ അങ്ങനെ എത്തുന്ന ഒരാൾക്ക് അധപ്പതനം ഉണ്ടായാൽ, ഇവിടെ മാൻകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ താൻ തന്നെയാണെന്ന് സ്വയം സങ്കല്പിച്ചു. വാസ്തവത്തിൽ ഇദ്ദേഹത്തെ ഈ മാൻകുട്ടിയെ അവിടുന്ന് രക്ഷിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്ന് അത്യാവശ്യം ഒരു ദിവസം വേണ്ട പരിപാലനം കൊടുത്തിട്ട് കാട്ടിലേക്ക് വിട്ടാണ്. ഇത് എവിടെ വന്നോളും? കാട്ടിൽ വളരേണ്ട മാൻകുട്ടിയാണിത്. തൻ്റേതല്ലല്ലോ. തൻ്റേതല്ലാത്തത് തൻ്റേതാക്കിയതാണ് ദുഃഖത്തിന് കാരണം. ദുഃഖിക്കാൻ നമ്മളൊക്കെ എങ്ങനെയാണ്? നമ്മുടേതല്ലാത്തതൊക്കെ നമ്മുടേതാണെന്ന് എപ്പോൾ വിചാരിക്കുന്നോ അപ്പം ദുഃഖം ഉണ്ടാകും. ദുഃഖത്തിന് പ്രധാന കാരണം ഇവിടെയാണ്. ഇവിടെ ഭരതന് സംഭവിച്ചു അതാണ്. ഈ മാൻകുട്ടി വാസ്തവത്തിൽ ഭരതന്റെ കുട്ടിയല്ല. കിട്ടിയ മാൻകുട്ടി കാട്ടിലേക്ക് വിടുന്നതാണ്. അതിന് 2 ദിവസം നോക്കിയിട്ട് കാട്ടിലേക്ക് വിട്ടിട്ട് അത് കാട്ടിൽ പോയി വന്നോളൂ. അതിന് പറയാൻ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇദ്ദേഹം ഒന്നും ചെയ്തില്ല. എല്ലാ ദിവസവും ഇതിനെ ഇങ്ങനെ പരിലാളിച്ച് അതിന് പേര് വേദാന്ത ഭാഷയിൽ പറഞ്ഞ പുത്രേഷമാണ്.
പുത്രനോടുള്ള അത്യധികമായ സ്നേഹ ആധിക്യം. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പുത്രന്മാരെ ലാളിക്കാൻ നമുക്ക് അനുവദിക്കുന്ന സമയം 5 വയസ്സ് വരെയാണ്. രാജവത് 5 വർഷമാണ്. 5 വയസ്സ് വരെ ലാളിക്കാം. അന്നേരം ദേഷ്യപ്പെടരുത്, വഴക്ക് പറയരുത്, തല്ലരുത്, ഒന്നും ചെയ്യരുത്. അത് പറ്റില്ലല്ലോ. 5 വയസ്സ് വരെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യരുത്. എന്ത് പറഞ്ഞാലും അനുസരിക്കണം. അമ്പിളി അമ്മാവനെ വേണമെന്ന് വെച്ചാൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് മുറ്റത്തിറങ്ങി മുകളിലോട്ട് കൈ നിൽക്കണം. അത്രയേ വേണ്ടൂ. കിട്ടുക നമുക്കും അറിയാം. ഇത് കിട്ടുന്നതല്ലാന്ന് പറയരുത്, വിപരീതം പറയരുത്. 5 വയസ്സ് വരെ ഏതിഷ്ടവും എന്ത് ചെയ്യണം? സാധിച്ചു കൊടുക്കണം. ആന കളിക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? കുനിഞ്ഞു നിന്ന് പുറത്ത് കയറി ആന കളിച്ചോളാൻ പറയണം. ഇതൊക്കെ എത്രയാണ്? 5 വയസ്സ് വരെ. രാജാവിനെ പോലെ ബഹുമാനിക്കണം. അമ്മയെന്ന് വിളിച്ചാൽ എന്തോന്ന് തിരിച്ച് എന്ത് ചെയ്യണം? അങ്ങോട്ട് പറയാൻ പറ്റണം. ഈ ഒരു സ്വഭാവത്തെ രൂപീകരിക്കുന്ന കാലഘട്ടമാണ് 5 വയസ്സ് വരെ. അതുവരെ എന്ത് ചെയ്യണം? ലാളിക്കണം. പിന്നുള്ള 10 വർഷം ദാസനെ പ്രകാരം വേലക്കാരനോട് പെരുമാറുന്നത് പോലെ ദേഷ്യപ്പെടണം, വഴക്ക് പറയണം, തല്ലണം, ശാസിക്കണം, ഒക്കെ ചെയ്യണം. ഉപദേശിക്കുന്നത് അപ്പോഴേ പറ്റുള്ളൂ. അങ്ങനെ 15 വയസ്സിൽ 5 വർഷം ലാളിക്കുക, പിന്നെ 10 വർഷം ദാസനെ പോലെ പരിചരിക്കുക. പ്രാപ്തേ ഷോഡശവർഷേതു പുത്രം മിത്രവദാതേ. 16ാമത്തെ വയസ്സിലേക്ക് എത്തിയാൽ ഒരു സുഹൃത്തിനെ പോലെ കാണാം. പിന്നെ ഉപദേശിക്കാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, വഴക്ക് പറയാൻ പറ്റില്ല, കോപിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. എത്രയോ കാലം മുമ്പ് വന്ന് നമ്മോട് പറഞ്ഞു ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. 16 എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രനാണ്. പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇനിയും ഇത് കഴിഞ്ഞാൽ 5 കഴിഞ്ഞപ്പോൾ ലാളിക്കരുത്. ഇന്ന് നമുക്ക് 40 വയസ്സ് വരെ ലാളിച്ചാലും മതിയാവില്ല. കാരണം എൻ്റെ മകളാണ്, ഞാൻ ഇവരെ ലാളിക്കേണ്ടത്. ലാളിക്കാനുള്ള കാലം തന്നിട്ടുണ്ടായിരുന്നു. ഏത്? ആദ്യത്തെ 5 വർഷം. അപ്പം തല്ലാനും വഴക്ക് പറയാനും ദേഷ്യപ്പെടാനും പോയില്ലേ? ഇതാ പറ്റുക. അത് അവൻ്റെ ഉള്ളിലിരിക്കും. അത് തിരിച്ച് നമ്മോട് കാണിക്കും. അല്ലേ? 8, 10, 12 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ നേരെ മുഷ്ടി വെട്ടിക്കൊടുക്കും. ദുഷ്ടവാക്കുകൾ ഇങ്ങോട്ട് പറയും. അമ്മയെ തല്ലാൻ വരും, അച്ഛനെ തല്ലാൻ വരും, വേണമെങ്കിൽ കൊല്ലാൻ കൊല്ലുകയും ചെയ്യാം. ഇതൊക്കെ ഉണ്ടാകാമെന്ന് മനസ്സ് എത്ര കാലം മുമ്പ് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെട്ടാണ്. പക്ഷെ അമ്മ ഇതൊന്നും കേട്ടില്ലല്ലോ, ഇതൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് രാജവത് 5 വർഷാണി ദശവർഷാണി ദാസ്യവത് പ്രാപ്തേ ഷോഡശവർഷീതു പുത്രം മിത്രവദാസരെ. പിന്നെ അങ്ങനെ പറ്റുള്ളൂ. അതിനപ്പുറം ശ്രമിക്കുക. നല്ല സമയം കിട്ടിയാൽ എപ്പോഴെങ്കിലും നല്ല ഒരു ലാക്ക് നോക്കി അടുത്തിരുന്ന് 2 വാക്ക് വേണമെങ്കിൽ പറയാം. കേട്ടെങ്കിലായി, കേട്ടില്ലെങ്കിലായി. ഇതേ ഉപദേശിക്കാൻ പറ്റും. അതുകൊണ്ട് ഉപദേശിക്കുന്ന കാലം ഈ 15 വരെയാണ്. 16 മുതൽ സ്വതന്ത്രമായിട്ട് വരണം. അവൻ്റെ ഇച്ഛ പ്രവർത്തിക്കും എന്ന് മനു പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളെ ലാളിക്കുന്ന വിഷയം എന്താണ്? അനൗചിത്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഭരതൻ അങ്ങനെയല്ല. എന്താണ്? തൻ്റേതല്ലാത്ത പുത്രനെ തൻ്റേതാക്കി മാറ്റിയിട്ട് അതിനെ ലാളിച്ച് അതിനെ പ്രീണിപ്പിച്ച് അതിന് വേണ്ടതൊക്കെ കൊടുത്ത് അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ തിരിഞ്ഞിരുന്നാൽ 1/2 മണിക്കൂർ കണ്ടില്ലെങ്കിൽ സങ്കടം. പക്ഷെ കണ്ടില്ലല്ലോ വാങ്ങിക്കുട്ടിയെ, ഓടിപ്പോ എവിടെയെന്ന് അന്വേഷിക്കാൻ. കാട്ടിൽ എഴുതുന്നത് പിന്നെയും വിളിവിടും. അതിൻ്റെ ജോലി കാട്ടിപ്പോകില്ലേ? പോട്ടെ ഇല്ല, അതിനെ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഒരു അച്ഛനമ്മമാരെ പോലെ ലാളനം കൊണ്ട് ഒരു നിമിഷം പോലും വേർതിരിയാനാവാത്ത തീവ്ര വേദന അങ്ങനെ തപസ്സുകൊണ്ട് അടക്കി നിർത്തിയ ജന്മവാസന വാത്സല്യമായി പറഞ്ഞു. മനുഷ്യ ജീവിതത്തിൽ സ്ഥായിയായ ചില വാസനകളുണ്ട്. അത് നശിപ്പിക്കാൻ പറ്റില്ല, അമർത്തി നിർത്താം. തപസ്സുകൊണ്ട് അത് പറ്റുള്ളൂ. അതിലൊന്നാണ് വാത്സല്യം. എത്ര വലിയ ഋഷീശ്വരന്മാരായിട്ട് മാറിയാലും ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പോൾ എന്താണ്? 2 വീടിൻ്റെ അടുത്ത് മറുപടി ചേർത്ത് ആരെങ്കിലും ചെയ്യും. വിശ്വാമിത്രനെ ശകുന്തളയുടെ മകനായ സ്വതന്ത്രനെ കണ്ടപ്പോൾ ഹാവു നല്ലൊരു കുട്ടി, തൻ്റെ മകളുടെ കുട്ടിയാണെന്ന് ഓർമ്മയില്ല, നല്ലൊരു കുട്ടി, അതിനെടുത്ത് മാറോട് ചേർത്ത് ആരെങ്കിലും ചെയ്തപ്പോൾ കവി ചോദിച്ചു, ഇത്രയും നാളത്തെ ഔഷധത്തിനേക്കാൾ കിട്ടിയ ഏറ്റവും വലിയ സുഖമല്ലേ ഇത്? അതെ, ഇത് ജന്മവാസനകളാണ്. അത് തപസ്സുകൊണ്ട് അടിച്ചമർത്തി വയ്ക്കാൻ കുറെ കാലം. പക്ഷെ അത് പുറത്തു വരും. ഒന്ന് വാത്സല്യം, പിന്നൊന്ന് ഭക്തി, പിന്നൊന്ന് എന്താണ്? സ്നേഹം. ഇത് 3
മനുഷ്യജീവിതത്തിൽ സ്ഥായിയായിട്ടുള്ളതാണ്. അതിന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെ ഭരതനുമുണ്ടായത്. വാത്സല്യ രൂപേണ അത് പുറത്തു വന്നു. മൃഗക്കുട്ടിയുടെ രൂപത്തിൽ വന്നു ചേർന്ന ഈ പ്രാരബ്ധ കർമ്മം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലേ? പ്രാരബ്ധം അനുഭവിക്കാൻ നമ്മൾ എപ്പോഴും അറിയും. ഇവിടെ വന്നത് മാൻകുട്ടിയുടെ രൂപത്തിലാണ് വന്നത്. അതെന്ത് ചെയ്യുന്നു? ആവോളം അനുഭവിച്ചു. മറ്റൊന്നും വിട്ടുപോയി. ഈശ്വര ധ്യാനമില്ല. നോക്കൂ എത്ര വരെ വന്നതെന്ന് അതെല്ലാം വിട്ടോളൂ. ധ്യാനമില്ല, ജപമില്ല, സ്നാനമില്ല, സന്ധ്യാവനമില്ല, ഒന്നിനും സമയമില്ല. എന്താണ്? ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി മാത്രമാണ്. അതുവരാണ് ഒരു മാൻകുട്ടിയെ. അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിവെച്ചു. മനുഷ്യക്കുട്ടിയല്ല ഭരതൻ. ഇപ്പോൾ ആരാണ്? രാജർഷിയാണെന്ന് ഓർക്കണം. ഭരതൻ ഒരു മനുഷ്യനല്ല ഇപ്പോൾ. പിന്നെ ആരാണ്? രാജർഷിയാണ്. യോഗിവര്യനാകാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏവം അഖടമാനമതോ, ഇങ്ങനെ തന്നെ ചേരാത്തതായ ആ മതത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ആ മനോരഥം കൊണ്ട് ഹൃദയം നന്നായി മാൻകുട്ടിയുടെ പേരിൽ വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തം പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചു തീർത്ത് യോഗത്തിൽ നിന്നും ഭ്രംശിതനായി അവസാനം ഈ മാനിനെ ഓർത്ത് മൃഗസ്മരണയോടെ ദേഹം ഉപേക്ഷിച്ചു. ഇതിനെ ഓർത്തിരുന്ന് അങ്ങനെ എന്ത് ചെയ്തു? ജീവൻ ഉപേക്ഷിക്കുന്നത്. മരണസമയത്ത് എന്താണോ മനസ്സിലുള്ള ഭാവം, വിചാരം, അതിനനുസരിച്ചായിരിക്കും പിന്നെ ജന്മം കിട്ടുക. അതുകൊണ്ട് അടുത്തൊരു ജന്മത്തിൽ ഈ ഭരതൻ ആരായി? മാനായിട്ട്. നോക്കണേ, നമുക്കൊക്കെ ഇതാ സംബന്ധിക്കാൻ പോകാം. അവസാന സമയത്ത് ആര് വേണം ഉള്ളിൽ? ബന്ധുക്കളും നാട്ടുകാരും ആരുമല്ല. പിന്നെ ആരാണ്? ഈശ്വരൻ മാത്രം. അതേ അവസാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാവും. ഞാൻ അവസാനം ഉണ്ടാക്കി വെച്ചോളാം. അതെ, എന്നായി അവസാനം നിങ്ങൾ ആർക്കിത് പറയാൻ പറ്റുമോ? എൻ്റെ അന്തിമം ഇന്ന സമയത്താണ് കൃത്യം. അങ്ങനെ ആണെങ്കിൽ അന്നേരം ഞാൻ ഈശ്വരനെ കഴിച്ച് നാമം ജോലി ചെയ്യുന്നോളാം എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ഏത് സമയവും നിരന്തരമായി ഈശ്വരധ്യാനത്തിൽ മുഴുകി നാമജപത്തിൽ ഉറച്ചു നിന്ന് പോകണം. അവസാനം മരിക്കാൻ കിട്ടുന്ന ഒരാളുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കേണ്ടത് ആരാണ്? ഈശ്വര സ്വരൂപത്തിൻ്റെ ചൈതന്യമാണ്. നമ്മൾ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരെ കാണാൻ പോകും അല്ലേ? പോയില്ലെങ്കിൽ എന്താണ്? മഷല്ല, കഷ്ടമല്ല. എന്നാണ് വേഷമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി അവിടെ ചെന്ന് എന്താണ് കണ്ണ് തുറപ്പിച്ച് വിളിച്ച് ചോദിച്ച് എന്നെ മനസ്സിലായോ, ഞാൻ ഇന്നാരാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്. അദ്ദേഹത്തിന് സന്തോഷമല്ല. കാരണം എന്താണ്? എനിക്ക് നിങ്ങളെപ്പോലെ നടക്കാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങളെപ്പോലെ അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. നീ കുറേ സമയത്തേക്ക് നമ്മളായിരിക്കും അദ്ദേഹത്തിന് നന്ദി. ആരെ വിടും? ഈശ്വരനെ ഓർത്താൽ പോലും വിടില്ല. അപ്പോഴത്തെ അടുത്ത ആൾ വരും. ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇതിനിടയിൽ മരിച്ചാൽ പിന്നെ ആരായിട്ട് വരും? വീണ്ടും ഒരു ജന്മം ഇങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് നല്ല ഓർമ്മയുള്ളപ്പം ആകുന്ന സമയത്ത് കണ്ട് എന്തെങ്കിലും സഹായം ചെയ്യുക. വൃദ്ധനായി അന്തിമ സമയത്ത് കാണാൻ നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് കാണാൻ പോയി പറ്റുന്ന വാശിയാണ്. ഈ അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ മുഖം കാണാനല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താണ്? ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ കൊണ്ട് നമ്മുടെ മുഖം മറച്ചിട്ട് ഇത് അദ്ദേഹത്തെ കാണിക്കണം. ഇത് കണ്ടാൽ ഈ ഓർമ്മ എത്തില്ല. ഇത് നമുക്ക് ചെയ്യാം. കാണാൻ പോകുമ്പോൾ ഒരു ഫോട്ടോ എഴുതിയിടുക. എന്നെ കാണാനല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇനി എന്നെ കാണരുത്, ഇത് ആയിരിക്കരുത് ആഗ്രഹം. പിന്നെ ആരെയാണ്? ഭഗവത് സ്വരൂപത്തെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന് പോകാൻ പറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ചിത്രം അദ്ദേഹത്തെ കാണിച്ചിട്ട് ഇതാ ഇത് ജപിച്ചോളൂ, ഇത് ഓർമ്മിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അതാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുക എന്താണ്? പിന്നെയും മരിക്കുന്നതിന് വരെ അത്യാസനിലേക്ക് കിടക്കുന്ന ആളിനെ കണ്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം തരില്ല. ഇതുപോലെ ഭരതൻ രണ്ടാമത്തെ ജന്മത്തിൽ ഒരു മാനായിട്ട് തന്നെ ജനിച്ചു. പക്ഷേ ഇത്രയും കാലവും അനുഷ്ഠിച്ച ധ്യാനം വരെ അനുഷ്ഠിച്ചിരുന്ന യോഗചര്യയുടെ പരിണതഫലമായി ഒരു വാസന അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടില്ല. അതാണ് എന്തെങ്കിലും ഈ ജന്മത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ വാസന എന്തുണ്ടാകും? നമ്മുടെ ജീവിതത്തിൽ ജീവനിലുണ്ടാകും. നഷ്ടപ്പെട്ടു. ഒരു നാമം ഉച്ചരിച്ചാൽ അത് വൃഥാവായിട്ട് പോകില്ല. ഞാൻ എത്ര നാൾ നാമം ചൊല്ലി എന്താ ഫലം? ഫലപ്പെടല്ല. പിന്നെന്താണ്? ഒടുവിലാണ്. എപ്പോഴാണ് കിട്ടുന്നത് അറിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഫലം അപ്പോൾ കിട്ടണം എന്നില്ല. ഒരു മാവ് ഒഴിച്ചു വെച്ചാൽ
പണ്ടൊക്കെ നമ്മുടെ ജന്മത്തിൽ കായ്ക്കുകയും കിട്ടിയൊന്നുമില്ല, അടുത്തൊരു ജന്മത്തിലായിരിക്കും ഫലം ഉണ്ടാകാൻ പോകുന്നത്. നാളെ ഇത് പൂത്ത് കായ്ക്കണമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇപ്പം 3 വർഷമൊക്കെ കഴിയുമ്പം കായ്ക്കുന്ന മാവും തെങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ടതൊന്നുമില്ല. അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 3 വർഷം കാത്തിരിക്കണം, പിറ്റേ ദിവസം അതിൻ്റെ ഫലം ഉണ്ടാവില്ല. അപ്പം അതിനെന്തുണ്ട്, ഫലം ഉണ്ടാകും, പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഇല്ലാണ്ട് വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വാസനാസ്വരൂപത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും ഫലം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകും, നഷ്ടപ്പെട്ടില്ല. ഈ ഭക്തം ഏത് ദിവസമുള്ളതിരുന്ന് ഈ കേട്ട കഥകളുടെ പുണ്യം നിങ്ങളുടെ ജീനിൽ അടിഞ്ഞുകൂടുക. ഈ ഒരു ജന്മം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് ഈ സത്കർമ്മത്തെ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാവും. ഒരു എത്തിച്ചേരിക്കുക, ഒരു ഋഷിയായിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ അറിഞ്ഞിരിക്കാൻ പറ്റും. കാരണം എന്താണ്, ഈ വാസന ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ട് ഭരതൻ ഈ ജന്മത്തില് ഈ വാസന കൊണ്ട് പുലഹാശ്രമത്തിൽ ആസക്തി ഉണ്ടാകാതെ ഏകനായി കഴിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പുലഹാശ്രമത്തിലേക്ക് മാനായിട്ടാണ് പുലഹാശ്രമത്തിൽ വന്ന് അവിടെ നിന്ന് കിട്ടുന്ന പുല്ലും വെള്ളവും ഒക്കെ മാത്രമേ കഴിക്കുള്ളൂ, കാട്ടിലോട്ട് പോകില്ല. കാരണം എന്താണ്, പോയാൽ മറ്റുള്ളവരുമായിട്ട് സംബന്ധം ഉണ്ടാകും. മറ്റുള്ള മൃഗങ്ങളെയും കൂട്ടുകാരെയൊക്കെ കണ്ടാൽ പിന്നെ വേറെ വിഷയങ്ങളൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് അദ്ദേഹം പോയില്ല, ആശ്രമത്തിൽ തന്നെ അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് മാത്രം കഴിയുക, താനെ വന്നു ചേരുന്ന പുല്ലും വെള്ളവും മാത്രം കഴിക്കുക. അങ്ങനെ രണ്ടാമത്തെ ജന്മം മാനാണെങ്കിലും ഒരു താപസ വൃത്തി പോലെ അനുഷ്ഠിച്ചു, ഒരു താപസനെ പോലെ തന്നെ ജീവിതം കഴിച്ചു. വിഷയാസക്തി കൊണ്ട് വന്നുകയറുന്ന പ്രാരബ്ധം അനുഭവിച്ചു തീർന്നപ്പോൾ നദിയിൽ ദേഹത്യാഗം ചെയ്ത് ആ ജന്മം തീർന്നു. രണ്ടാമത്തെ ജന്മം തീർന്നു അല്ലേ? നമുക്കൊക്കെ എത്ര ജന്മം ഉണ്ടാവാം, ആർക്കറിയാം? ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ചിട്ടും എന്താണ്, നദിയിൽ പോയി ഈ മാനിന്റെ ജന്മം തീർന്നു. മൂന്നാമത്തെ ജന്മം യോഗഭ്രഷ്ടനായാൽ പൂർവ്വപുണ്യം കൊണ്ട് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ കാരണം. മൂന്നാമത്തെ ജന്മം ബ്രാഹ്മണ കുലത്തിൽ ബ്രഹ്മജന്മമാണ് ലഭിച്ചത്. അംഗിരക്ഷന്റെ പുത്രനായിട്ട് ജനിച്ചു. ആസക്തി കൂടാതെ ശ്രദ്ധിച്ചു, വളരെ ശ്രദ്ധിച്ചു. കാരണം കഴിഞ്ഞ 2 ജന്മത്തിൽ കിട്ടിയ അനുഭവം ഓർമ്മയുണ്ട്. ഇനി ഉണ്ടായ അനുഭവം കിട്ടിയില്ല. ഒന്നിനോടും ആസക്തി ഉണ്ടാകരുത്. എന്ത് ചെയ്യണം, ഈശ്വരനോട് അടുക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭജനങ്ങളുമായി ചേരാതിരുന്നു, കൂട്ടുകൂടാതെ. ബന്ധുക്കളൊക്കെ വരും, കാണും, ഭാവവും ഒന്നും ചിരിച്ചു, ഒരു ഫലം പറഞ്ഞു പോയി കഴിഞ്ഞു, അത്രയുള്ളൂ. കുശലാന്വേഷണത്തിൽ പോയില്ല. ഇത് നമുക്ക് എത്ര നിമിഷം മര്യാദ ചോദിക്കാം. രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, എന്തൊക്കെ എടുത്തിട്ട് അറിഞ്ഞിട്ട് എന്താ കഥ, അവരെന്തെങ്കിലും കഴിക്കട്ടെ, ചോദിക്കാൻ പോവാണ്. രാവിലെ അവിടെ പോയി ആരെ കണ്ടു, എന്ത് കഴിച്ചു, ഇങ്ങനെ കുശലാന്വേഷണം നീളുകയാണ്, വിഷയത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അന്വേഷിച്ച് നമുക്ക് എന്ത് നേടാനാണ്? നമുക്ക് നേടാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ? ഈശ്വരനെ മാത്രമേ ഉള്ളൂ. അതിന് അനുഗുണമായ ചോദ്യങ്ങൾ മാത്രം വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? സപ്താഹത്തിന് പോയോ, എന്ത് കഥയാണ് കേട്ടത്, ആ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കി, ഇതൊക്കെ ചോദിക്കാം. ഒന്നും ചോദിക്കത്തില്ല, അതൊന്നും ചോദിക്കുകയില്ല. ചോദിക്കുന്ന മറ്റു വിഷയങ്ങൾ ഇവിടെ വന്നിരുന്നാലും ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ മറ്റു വിഷയങ്ങൾ ചോദിക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുക. ഒന്ന് ഇറങ്ങിയിട്ട് വേണം ചോദിക്കാൻ. കൂട്ടുകാരൊക്കെ വന്നിരിപ്പുണ്ട്, അവരുടെ കുശലം പറയാം. ഇദ്ദേഹം ഇതിനൊക്കെ ശ്രദ്ധിച്ചു, ഇനി ഈ അബദ്ധം ഉണ്ടാവില്ല, ഇതൊരു അബദ്ധം മനസ്സിലായി, ഇതുണ്ടാവരുത് എന്ന് കരുതി അദ്ദേഹം ഭഗവത് നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ധ്യാനം മുതൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇനിയുള്ള സമയം മുഴുവൻ ധ്യാനത്തിൽ ഏകാഗ്രചിത്തനായിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചു. അതിന് ബുദ്ധിപൂർവ്വം ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. ബുദ്ധിപൂർവമാണ്, അതിന് ഭ്രാന്തൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവരുടെ ഭ്രാന്തരാണെന്ന് എന്ത് ചെയ്യണം, തോന്നിക്കണം. ജഡനെ പോലെ, ഉന്മത്തനെ പോലെ, അന്ധനെ പോലെ, ബധിരനെ പോലെ വീടുകളൊക്കെ ചിലപ്പോൾ നമുക്ക് എഴുതി തരും, പൊട്ടനെ പോലെ ഇരിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേട്ടായിട്ട് നടിക്കരുത്. നല്ല ചീത്ത പറയും ചിലപ്പോൾ വീട്ടിൽ നിന്ന്, ഇതൊന്നും തൻ്റെ രീതിയിൽ കയറുന്നില്ല, പൊട്ടനാണ്, ഒന്നും കേട്ടില്ല. ഒത്തിരി ദുഷ്ടമായ കാഴ്ചകളുണ്ടാവും, അതൊന്നും കണ്ടില്ല എന്ന് അനുസരിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, ബധിരനെ പോലെ, അന്ധനെ പോലെ, ഉന്മത്തനെ പോലെ, ജഡനെ പോലെ ജീവിതം കഴിച്ചു കൊടുക്കണം. ഉന്മത്ത ജഡ അന്ധ ബധിര സ്വരൂപേണ ദർശയാമാസ ലോകസ്യ, ലോകത്തിൽ കാണിച്ചു കൊടുത്തു, ഞാൻ പൊട്ടനല്ല, അന്ധനുമല്ല, മണ്ടനുമല്ല, ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ജനങ്ങളുടെ ഉള്ളിൽ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിതാവ് വിദ്യാഭ്യാസം ജയിച്ചു, ഉപനയനം ജയിച്ചു, സമാവർത്തനം വരെ ജയിച്ചു.
വിവാഹം കഴിപ്പിച്ചാൽ ശരിയാകുക. കാരണം ഈ മന്ദബുദ്ധി ആരെ വിവാഹം കഴിക്കാൻ വരിക? അതുകൊണ്ട് അതിന് വേണ്ടി മാത്രം എത്തിച്ചില്ല. അച്ഛൻ ഉപദേശിച്ച ഗായത്രി മുതലുള്ള സമസ്ത മന്ത്രങ്ങളും വേദവും അനുഷ്ഠിച്ചു. ഛന്ദാംസി അധ്യാപയിഷ്യൻ സഹവ്യാകൃതിഭിഹി സ്വപ്രണവശിരത്രിപതിയും ഗായത്രിയും. പക്ഷേ ഇതൊക്കെ അച്ഛന് മുമ്പിൽ ചൊല്ലി കേൾപ്പിക്കും ഒരു യന്ത്രം പോലെ. ഞാൻ ഇതിലല്ല, എനിക്കിതൊന്നും അല്ല താല്പര്യം. എൻ്റെ ലക്ഷ്യം എവിടേക്കാണ്? നഷ്ടപ്പെട്ടു പോയ ധ്യാനം മുതൽ ഉണ്ടാക്കിയെടുക്കാനാണ്. നമുക്ക് എത്ര ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിന് മൂന്നാമത്തെ ജന്മത്തെ കിട്ടിയത് അല്ലേ? നമുക്ക് 100 ജന്മം കിട്ടിയതൊന്നും അറിയുക പോലുമില്ല. അതുകൊണ്ട് പിതാവ് മരിച്ചു, അമ്മ സതി അനുഷ്ഠിച്ചു. അവളും പിതാവിൻ്റെ ഇവിടെ പോയി. സഹോദരന്മാരുണ്ട്. അവരെ ജഡനായതുകൊണ്ട് ഇവനെ ഉപേക്ഷിച്ചു. കാരണം മന്ദബുദ്ധിയായ അഞ്ജനെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, അവനെ വിട്ടുകളഞ്ഞു. പക്ഷെ അപ്പം പിന്നെ അതെ സ്വതന്ത്രനായി. വീട്ടുകാർ വിട്ടപ്പോൾ സ്വതന്ത്രമായി. ഇനി ആരും ഇല്ലല്ലോ, നീ ഇഷ്ടാനുസരണം പോവാം. വെറുതെ വഴികൂടി അറിയി ഇങ്ങനെ ചിന്തിച്ചു. ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ നോക്കും, അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടുകയില്ല, ആരോടും ഒന്നും വർത്താനം പറയില്ല, ചിരിക്കുകയില്ല. ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ തന്നേക്കാൻ പറയും. എത്ര കൊടുത്താലോ അത്രയും കഴിയും. പിന്നെ 2 ദിവസത്തേക്ക് കിട്ടിയില്ല, വേണ്ട, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് കൃത്യസമയത്ത് ഇന്ന ഭക്ഷണം ഇന്നുപോലെ വേണം നേരത്തെ നിശ്ചയിച്ചിട്ടായിരുന്നു ഉറങ്ങുന്നത് അല്ലേ? നാളെ രാവിലെ ഇന്ന വിഭവങ്ങൾ ഇന്നടുത്ത് ഉണ്ടാക്കിയെടുക്കും. ഇതൊക്കെയാണ് പ്ലാനിങ്. ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഉള്ളതൊന്നും ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കുക, അത്രയേ വേണ്ടൂ. നമുക്കതല്ല. പിന്നെന്താണ്? ഭക്ഷണത്തിൻ്റെ പ്ലാനിങ്ങിനാണ് ദിവസത്തെ കുറേ സമയം കളയുന്നത്. ഇനി മൊബൈലിൽ നോക്കി പുതിയ ഭക്ഷണം ഉണ്ടാക്കി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുക. കാരണം എങ്ങനെ ഉണ്ടാക്കിയാൽ ഫാദുണ്ടാക്കിയെടുക്കാം. ഇത് കഴിയുന്ന എന്തിനാണ്? വിശപ്പ് മാറാനുള്ളൂ. ഈ ഫാദ് ഒത്തിരി ഇവൻ പോയില്ലേ? ഇന്നലെ മൊബൈലിൽ നോക്കി ഉണ്ടാക്കിയെടുത്ത പുതിയ വിഭവത്തിന് ഫാദ് ഇന്നലെ കഴിഞ്ഞപ്പോൾ പോയി. ഈ നാളെ മറ്റന്നല്ലേ വരിക. ഇത് നിലനിൽക്കില്ല. പിന്നെ എന്തിന് ഇതിനെ പറയുക പോകുന്നു? പക്ഷെ നമുക്ക് ഇതിനെ പറയുക പോയി ജീവിതത്തിന് മുഴുവൻ സമയവും ഇതിനു വേണ്ടി ചെലവഴിക്കുക. അതുകൊണ്ട് ഭരതൻ അങ്ങനെ വിചാരിച്ചില്ല. ആരെങ്കിലും തന്നാൽ, എന്തെങ്കിലും തന്നാൽ, എന്ത് തന്നാലും എന്ത് ചെയ്യാം? അത് കഴിക്കാം. ഇത് കഴിക്കില്ല, ഇതേ കഴിക്കൂ, അങ്ങനെ വാശിയൊന്നുമില്ല. അതുപോലെ പണിയെടുക്കും. ആരെങ്കിലും വന്ന് ഇവിടെ ഒക്കെ കളച്ച് വൃത്തിയാക്കാൻ പറഞ്ഞ് അതൊക്കെ കളച്ച് വൃത്തിയാക്കും. കൂലി ചോദിക്കില്ല, കൊടുത്താൽ വാങ്ങിക്കും, കൊടുക്കുന്നതിന് വേണ്ട, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ആളെ കിട്ടിയപ്പോൾ നാട്ടുകാർക്ക് വലിയ സമാധാനമായി. കാരണം ഒരാളെ കിട്ടിയല്ലോ, എന്ത് ജോലി പറഞ്ഞാലും ചെയ്തോളൂ, ഒന്നും കൊടുക്കുകയും വേണ്ട. ഭക്ഷണം കൊടുത്താൽ ഉണ്ടാക്കി കഴിച്ചോളൂ, ഇല്ലെങ്കിൽ അതുമില്ല. അതുകൊണ്ട് ഇന്ദ്രിയപ്രീതി അല്ല ഇവിടെ ലക്ഷ്യം എന്നദ്ദേഹം മനസ്സിലാക്കി. ജീവസന്ധാരണം മാത്രമാണ് വേണ്ടത്. ജീവൻ നിലനിൽക്കണം, മാത്രമേ വേണ്ടുള്ളൂ. നിർവികൽപ്പ സമാധി അഷ്ടാംഗ യോഗത്തിൻ്റെ ഫലം ഇതുതന്നെയാണ്. 2 തരത്തിലുണ്ട് സമാധി. സബീജം, നിർബീജം, 2 തരത്തിലുണ്ട്. അതിലെ സബീജം നമുക്ക് ഓരോ രൂപത്തെ ധ്യാനിച്ച് ഉണ്ടാക്കിയെടുക്കലാണ്. നിർബീജം അത് കളയാണ്. അങ്ങനെ ശീതോഷ്ണവാദ വർഷേഷു വൃഷൈവ അനാവൃതാംഗ. മഴക്കാലത്ത് കാള മുറ്റത്ത് കിടക്കുന്നത് പോലെ വെറും മുറ്റത്ത് കിടന്ന് മഴ നനഞ്ഞ് അടക്കും. മഞ്ഞ് പോകാനാണെങ്കിൽ രാത്രി കൊണ്ട് മഞ്ഞ് കൊണ്ട് പാറപ്പുറത്ത് കിടക്കും. വെയിലാണെങ്കിൽ വെയിലത്ത് കിടക്കും. ഇതൊന്നും തന്നെ ബാധിക്കില്ല. ഒരു കാളയെ പോലെ ഇങ്ങനെ വസ്ത്രം വേണമെന്നില്ല. കിട്ടിയ ഉത്തം, ഇല്ലെങ്കിൽ അതിന് വേണമെന്നില്ല. കാരണം ദേഹത്തിനോടൊരു ബാധ്യതയില്ല, ശരീരത്തിനോടൊരു ബന്ധമില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ബന്ധം ആരാണ്? ശരീരത്തോടാണ്. ഒരു ദിവസം നമ്മുടെ കൂടുതൽ സമയം കളയുന്നത് ശരീരം നന്നാക്കാനാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ ഇന്ന് സോപ്പ് വേണം, ഇന്നത് വേണം, ഇന്ന് ഷാമ്പു വേണം. അതുപോലെ തപ്പി തന്ന് കിട്ടിയെടുത്ത് പലതും തേച്ച് ദേഹമൊക്കെ വൃത്തിയാക്കി എന്താണ് നല്ല വേഷങ്ങൾ തട്ട് ഇതൊക്കെ അണിയാൻ വേണ്ടി കണ്ണാടിൻ്റെ മുമ്പിൽ നോക്കി എത്ര പ്രാവശ്യം പൊട്ടുതൊട്ട്, എത്ര പ്രാവശ്യം കാര്യമൊക്കെ നേരെ ഇട്ടും ശരി. ഇത്രയും കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും? എത്ര മണിക്കൂറായി വേണ്ടി കളയാൻ? ഒന്ന് നാമം കഴിക്കാനോ അതിനകത്തൊരു സമയമൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ എത്രയും ശരിയാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഈ ശരീരത്തോടുള്ള ബന്ധം നമുക്ക് കൂടുതലാണ്. അത് വൃത്തിയാക്കി നന്നാക്കി കൊണ്ടുപോകണം, ശ്രദ്ധയുണ്ട്. അതിനകത്തൊരു മനസ്സുണ്ട്, അത് ദുർബലമാണ്. അവപ്പെட்ட കുഴപ്പമൊന്നുമില്ല. ശരീരം നന്നാക്കാനാണ് ബദ്ധശ്രദ്ധ. നല്ല ഭക്ഷണം നോക്കി കഴിക്കും. ആരെങ്കിലും വൈകിട്ടുമ്പോൾ 2 ദിവസം നല്ല ക്ഷീണമാണല്ലോ എന്നാൽ പിറ്റേ ദിവസം വൈറ്റമിൻ ഗുളിക മേടിച്ച് കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റി. എന്താണ്? ശരീരം നന്നാക്കാൻ. ഈ ശരീരം എന്താണ്? ശീലത്തായിട്ട് പോകുന്നതാണ്, നശിച്ചു പോകാനുള്ളതാണിത്. പോകാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള, അതറിയുന്നില്ല. അതുവരെ ഒരു ഉപകരണമാണ് ഈ ശരീരം, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഉപകരണത്തെ അത്രയില്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. കുപ്പിയല്ല നമുക്ക് പ്രധാനം, കുപ്പിക്കകത്ത് വെള്ളമാണ്. ഈ വെള്ളം കുടിച്ചാലേ ദാഹം തീരുള്ളൂ. കുപ്പി കഴിച്ചാൽ ദാഹം തീരില്ലല്ലോ.
അതുകൊണ്ട് ഈ പാത്രം നന്നാക്കിയെടുക്കാനല്ല ശ്രമിക്കേണ്ടത്. എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തുള്ള വെള്ളം ശുദ്ധമാക്കി സൂക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തടിച്ചു കൊടുത്ത ശരീരം, ഭക്ഷണമൊക്കെ കഴിച്ച ശരീരം നന്നായി തടിച്ചു കൊടുത്ത ശരീരമാണ്. മണ്ണിൽ കിടന്ന് ചെളി പുരണ്ട ശരീരമാണ്. അതുപോലെ വസ്ത്രം ചെളി പുരണ്ട വസ്ത്രമാണ്. ധാരാളം ചെളിയും മണ്ണും പറ്റിപ്പിടിച്ച വസ്ത്രമാണ്. ഒരു കറുത്ത പൂണൂല് ധരിച്ചിട്ടുണ്ട്. നല്ല കറുത്ത് തടിച്ചു കൊടുത്ത മുടിയൊന്നും വെട്ടാതെ പല്ലുപോലും തേക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരു ബ്രാഹ്മണൻ. നോക്കൂ, മൂന്നാമത്തെ ജന്മമാണ് ആരുടെ? ഇത് ബുദ്ധിപൂർവ്വം ചെയ്തതാണ്. ഇങ്ങനെ വേണം വിചാരിച്ചല്ല, ഇങ്ങനെ ആവണം വിചാരിച്ചല്ല. ഇങ്ങനെ ആയെങ്കിലേ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ല ഇങ്ങനെ കണ്ടാൽ നമ്മളൊക്കെ എന്തിനു ഉപേക്ഷിക്കും? ഏത് പൊട്ടനാണ് മണ്ണനാണ് എന്ന് കണ്ടാൽ അപ്പം നമ്മളെ വിളിച്ചിട്ട് പോയിക്കോളൂ. അല്ലെങ്കിലോ നമ്മളെ കുറേ വന്ന് പിന്നെ ചോദ്യമായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഒടുവിൽ ചില വിളിച്ച് പാടത്തെ കാവൽ നിർത്തി, നെല്ലിനെ കാവൽ നിൽക്കാൻ. എന്താണ്? കാക്ക വരാതെയൊക്കെ ആയിട്ട് അവിടെ നിന്നുള്ളൂ, വൈകുന്നേരം നിന്നുള്ളൂ. കാക്കയൊക്കെ ഒഴിച്ച് നിന്നും എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ ആ പാടത്തിൽ നിന്ന് പറഞ്ഞു നല്ല പൗരിയായിട്ട് നാടുകാർക്ക് വലിയ സമാധാനമായി. അപ്പോഴാണ് ഒരു ശൂദ്രൻ ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ ഒരാളെ വേണം. അതുകൊണ്ട് ആരാണോ നിങ്ങൾ തപ്പി നടന്ന നാട്ടിൽ പലരും ചോദിച്ചു. ഇവിടെ ഒരു വച്ചനുണ്ട്. എന്താണ്? ആർക്കും വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല, ചോദിക്കാനുമില്ല, ആരുമില്ല, മന്ദനാ ബുദ്ധിഹീനാണ്, പറ്റിയ ആളാണ്, കൊണ്ടുപോയി ഭദ്രകാളിക്ക് ബലി കൊടുത്തു കൊടുക്കുന്നത്. എല്ലാവരും വന്ന് ദേഹത്തോട് ചോദിച്ചു. ഓ ശരിയായിക്കോട്ടെ, ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ ഞാൻ വരില്ല, എന്നെ കരുത്തി വെട്ടാൻ അവിടെ വെച്ചേ ഞാൻ വരുന്നു പറഞ്ഞില്ല. ഓ ആയിക്കോട്ടെ. അങ്ങനെ ഭരതന്റെ തേജസ് കൊണ്ട് മുമ്പിൽ കൊണ്ടുനിർത്തി കുളിപ്പിച്ച് റെഡിയാക്കി, മുമ്പിൽ കൊണ്ടുനിർത്തി വാളും പരിചയമൊക്കെ എടുത്ത് എന്താണ് തുള്ളി ഉറഞ്ഞു വന്ന് ഭദ്രകാളിയുടെ മുമ്പിൽ വെച്ച് കുഞ്ഞു കിടക്കുന്ന ഭരതന്റെ കഴുത്തിലേക്ക് വെക്കാൻ ആഞ്ഞ് ഓങ്ങിയപ്പോൾ ഭദ്രകാളി ഈ ഭരതന്റെ ഇത്രയും നാൾ അനുഷ്ഠിച്ച സത്കർമ്മത്തിന്റെ സുഹൃതത്തിന്റെ തേജസ് കൊണ്ട് അതിൽ നിന്നും ചാടി ഇറങ്ങിയിട്ട് ഈ വാള് പിടിച്ച് ഈ വാളെടുത്ത് അകത്തനെ വെട്ടി. ഭരതനൊന്നും പറ്റില്ല. ഭരതൻ നോക്കുമ്പോൾ ഒന്നുമില്ല, ഭദ്രകാളി മുമ്പിൽ കിട്ടുന്നു. ഭദ്രകാളി അവതാരം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഈ ആത്മതേജസ് നന്നായിട്ട് തിരിച്ചറിയാൻ പാകത്തിലുള്ള വൈഭവം ഭദ്രകാളിക്ക് അല്ലെങ്കിൽ ദേവിക്ക് ഈശ്വരന്മാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. ഏവമേവ ഖലു മഹത് ആഭിചാരാതിക്രമ പുസ്ത്യേന ആത്മനീ ഫലതി. ആർക്കെങ്കിലും ദ്രോഹം ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിൽ അത് സജ്ജനങ്ങളോടാണെങ്കിൽ ആ ദ്രോഹം തിരിച്ച് നമുക്ക് തന്നെ അവരിലേക്കില്ല. ആഭിചാരക്രികൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യും. പക്ഷേ അവരിൽ പറ്റിയില്ലെങ്കിൽ ആരിലേക്ക് വരും? നമ്മിലേക്ക് വരും, നമ്മളെ നശിപ്പിക്കും. ഇതാണല്ലോ ഈ വാളെടുത്ത ആൾക്ക് പറ്റിയത്. ആരെ കൊല്ലാൻ നോക്കുകയാണ്? ഭരതനെ. എന്താണ്? മരിച്ചാരാണ്? വാളെടുത്ത. അങ്ങനെ മഹത്തായ അഭിചാരക്രിയകളുടെ ദോഷം തങ്ങളെ തന്നെ ബാധിക്കും. മഹാന്മാരിൽ ചെയ്യുന്ന അതിക്രമം തനിക്ക് തന്നെ. ദേഹാഭിമാനം ഇല്ലാത്തവർക്ക് മൃത്യുഭയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവിടെ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചു. ഭരതൻ അവിടെ രക്ഷപ്പെട്ടു, വീണ്ടും തിരിച്ചു വന്നു. അന്ന് ഈ യാത്ര തുടർന്ന് പോകുമ്പോൾ സിന്ധു ദേശത്തെ രാജാവായ രഘുഗണൻ എന്നൊരു രാജാവ് കപലാശ്രമത്തിലോട്ട് പോകുന്ന വഴിക്കാണ്. രാജാവിന് പല്ലക്ക് ചുമക്കാൻ 3 പേരേ ഉള്ളൂ. ഒരാളെ കൂടെ വേണം, ഒരാളിനെ കുറവ്. ഈ പല്ലക്ക് ചുമക്കുന്ന ഏതാണ്ട് ഒരേ ഹൈറ്റുള്ള ആൾക്കാർ വേണമെന്നാണ്. ഒരാൾക്ക് നീളം പറഞ്ഞാൽ പോയില്ലേ, ഒരുപോലെ ഇരിക്കില്ല. അങ്ങനെ ആരുണ്ടെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഇതാ ഇവിടെ ഒരു മന്ദനുണ്ട്, എന്ത് ജോലി എന്നെ ചെയ്തത്, പല്ലക്ക് ചുമക്കണോ ചോദിച്ചു. എന്നാ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു വന്നേക്കാം. അദ്ദേഹം ചെന്ന് ഈ രഘുവിൻ്റെ പല്ലക്ക് ചുമന്നുകൊണ്ടുപോയി. അങ്ങനെ പല്ലക്ക് ചുമന്നു കൊണ്ടുപോകുമ്പോൾ തനിക്ക് ഈ പല്ലക്കുമായിട്ട് ബന്ധമില്ല, രാജാവുമായിട്ട് ബന്ധമില്ല. പല്ലക്ക് എന്താണെന്നറിയില്ല, രാജാവാണെന്നറിയില്ല, ഒന്നുമില്ല. അതിങ്ങനെ അനുസൂചന ഈ ജോലി തുടർന്നുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് കുണ്ടും കുഴിയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇറങ്ങി കയറി പതുക്കെ പോകണമല്ലോ, ഒന്നും അദ്ദേഹം നോക്കാറില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ രഥം ആടി ഒഴിഞ്ഞ് കുടുങ്ങും. അതിൻ്റെ ഇരിക്കുന്ന ആൾക്ക് വലിയ വിഷമമാണ്. ഇത് കുറെ അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ രഥം ചുമക്കുന്ന ആരോ എന്നെ ആർക്കൊണ്ട് പറ്റിക്കുന്നുണ്ടല്ലോ. പതുക്കെ അവരോട് വിളിച്ചു പറഞ്ഞു, ഷേ ഓഠാര സാധു അതിക്രമത്തെ,
നിങ്ങൾ അതിക്രമം കാണിക്കുന്നല്ലോ, നിങ്ങളുടെ സത്പഥങ്ങളൊക്കെ മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് ശരിയല്ല, ശരിക്കും രഥം നന്നായിട്ട് കൊണ്ടുപോകും, വഴിയിലെ കൊണ്ടുകുഴിയൊക്കെ നോക്കി കയറ്റി കയറുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ വേണം, ഇതെന്താ പറഞ്ഞു തരേണ്ട കാര്യമാണ്, രഥം നോക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ എന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞു. ഭരതൻ അത് കൂട്ടാക്കിയില്ല, വീണ്ടും വഴക്ക് പറഞ്ഞു, അത് കൂട്ടാക്കിയില്ല. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യം വന്നു, അദ്ദേഹം താടി അദ്ദേഹത്തിന് താഴെ ഇറങ്ങിയിട്ട് എന്താണ് അതിഭയങ്കരമായി ഈ ഭരതനെ എന്ത് ചെയ്തു, ശാസിച്ചു, തല്ലാൻ തന്നെ. ഇത്രയും ആയപ്പോൾ ഭരതൻ തന്റെ വായ തുറന്നു. ഇതൊരു വേണ്ടിയില്ല, അങ്ങോട്ടൊന്നും പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞില്ല, തന്റെ വായ തുറന്ന് സംസാരിക്കാൻ പറ്റും. ബഹു അബദ്ധം അഭിഭാഷമാണ് നരദേവം. ഈ രാജാവ് പറയുന്നതൊക്കെ അബദ്ധമാണെന്നറിയാം. ആ രാജാവിനോട് രജസ തമസ അനുവിധേന മതേന, രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും അഹങ്കാരം വർദ്ധിച്ചവനാണ് രഘുഗണൻ. അതുകൊണ്ടാണല്ലോ ഈ ചാടി ഇറങ്ങി എന്താ കണക്കൊക്കെ ശാസിക്കുന്നത്, കോപം വരുന്നത്, ദേഷ്യം വരുന്നത്, പറയുന്നത്, തല്ലാൻ പോകുന്നതൊക്കെ സത്വഗുണം കൊണ്ടല്ല, പിന്നെന്താണ് രജസും തമസും വർദ്ധിച്ചു വരുന്നതാണ്. ഇത് ഇദ്ദേഹത്തെ ഇപ്പൊ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തിരസ്കൃത അശേഷ ഭഗവത് പ്രിയനികേതം പണ്ഡിതമാന്യം തം സ്മയമാനേവ ഇവ വിഗതസ്മയ ആഹ. ഞാൻ പണ്ഡിതനാണെന്ന് വിചാരിച്ച് അഭിമാനത്തോടെ നടക്കുന്ന അദ്ദേഹത്തോട് എന്ത് ചെയ്തു, ഒന്നും പുഞ്ചിരിച്ചുകൊണ്ട് ഭരതൻ ഒരു ഉപദേശം ആരംഭിച്ചു. ഇനി ഭാഗവത്തിലെ പ്രധാന വിഷയമാണ് രഘുവിന് ഭരതൻ കൊടുക്കുന്ന ഉപദേശം. ഈ ഭരതന്റെ ഉപദേശമാണ് എന്താ അവിടെ രഘുഗണനെ യഥാർത്ഥമായ ഒരു ഭക്തനാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെ കണ്ട ഭരതനല്ല ഇപ്പോൾ കാണുന്ന ഭരതൻ. കാരണം ജന്മജന്മാന്തരങ്ങളായി അനുഷ്ഠിച്ചു വന്ന സത്കർമ്മ വാസനയുടെ പരിണത ഫലമാണ്. അതിലേക്ക് നമുക്ക് കിടക്കാനുള്ള സമയം നമുക്കില്ല. ഭരതന്റെ കഥ പറയാനാണ് പറഞ്ഞത്, ഞാൻ ഇതേവരെ കൊണ്ടെത്തിച്ചത് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറില്ല, 9 കാലം. അപ്പൊ രഘുഗണന്റെ സംശയത്തിന് മറുപടിയായി, എന്താണ് ഇങ്ങനെ ഈ രഥം വഹിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ബോധമില്ലേ ഇങ്ങനെയാണ് രഥം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ക്ഷീണമില്ല എന്ന് പറഞ്ഞത് അഭിമാനമെന്ന അജ്ഞാനത്തും കൊണ്ടാണ് കാരണം. സ്ഥൗല്യം കാശ്യം വ്യാധയ ആധയ ക്ഷുത്ത് ഭയം കലി ഇച്ഛ ജര നിദ്ര രതി മഞ്ഞു അഹം മത ശുചോ, ഇതെല്ലാം അഭിമാനിക്കും, അല്ലാത്തവർക്ക് ഈ പറഞ്ഞ ദോഷവും വരില്ല. സ്ഥൗല്യം, സ്ഥൗല്യം സ്ഥൂലത, ശരീരത്തിന് വണ്ണം വെക്കുക, അല്ല തടി കൂടുക, ഇത് വരുമ്പോൾ നമുക്ക് ഭരിക്കാൻ പറ്റില്ല അല്ലേ? ഇന്നലെ ടി വിയിലെ പേപ്പറിലെ കണ്ടു, ഒരാൾ വയറിന് വണ്ണം കൂടിയപ്പോൾ ചികിത്സിക്കാൻ പോയിട്ട് എന്ത് ചെയ്തു, കയ്യിലില്ല കാര്യമില്ല ഇല്ലാണ്ട് പോയില്ല. ഇതുപോലെ എന്താണ് വയറ് കൂടുമ്പോൾ, ശരീരം വണ്ണം കൂടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇത് ശരീരത്തിനാണ്, എനിക്കല്ല എന്ന് ധാരണയില്ല. ഞാൻ ശരീരവും രണ്ടാണ്. ശരീരമല്ല ഞാൻ, പിന്നെ എന്താണ്, എൻ്റെ ശരീരമാണ് അല്ലേ? ഞാൻ ശരീരമാണെന്ന് ആരെങ്കിലും പറയണോ? എൻ്റെ ശരീരം വേദനിക്കുന്നു, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ മൂക്ക്, എൻ്റെ കണ്ണ്, ഇതൊക്കെ എൻ്റേതാണ്. ഞാനാണോ? അല്ല. ഞാൻ കണ്ണാണെന്ന് ആരും പറയാറില്ല. എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവാണ്, എൻ്റെ ചെവിക്ക് കേൾവി കുറവാണ്, എൻ്റെ നാവിന് സ്വാദില്ല, ഇതൊക്കെ എൻ്റേതാണ്. അപ്പൊ ഈ കണ്ട 10 ഇന്ദ്രിയങ്ങളും ശരീരവും ആരല്ല, ഞാനല്ല, എൻ്റേതാണ്. പിന്നുള്ള ആരാണ്? ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്ന മനസ്സ്, അത് ഞാനാണോ? അല്ലല്ലോ. എൻ്റെ മനസ്സിന് ബലമില്ല, എൻ്റെ മനസ്സിന് സമാധാനമില്ല, എൻ്റെ മനസ്സിന് ശക്തിയില്ല, എൻ്റേതാണ് മനസ്സ്, ഞാനല്ല. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് ബുദ്ധി, അത് ഞാനാണോ? അല്ല. എൻ്റെ ബുദ്ധിയൊന്നും അവിടെ പറ്റിയില്ല എന്ന് പറയാറില്ലേ? എൻ്റെ ബുദ്ധിയൊന്നും അവിടെ പറ്റിയിട്ടില്ല, എൻ്റേതാണ് ബുദ്ധി, ഞാനല്ല. അപ്പൊ ശരീരം ഞാനല്ല, ഇന്ദ്രിയം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല. ഇനി ഒരാളുണ്ട് ജീവൻ, അത് ഞാനാണോ? അല്ല. എൻ്റെ ജീവൻ പോയാൽ ഞാനത് വിട്ടുതരില്ല, എൻ്റേതാണ് ജീവൻ. നോക്കൂ, അപ്പൊ ഈ ജീവന്റെയും അപ്പുറത്തൊരു ഞാനില്ലേ? ഈ പറഞ്ഞെല്ലാം കൊണ്ട് ഘടിപ്പിച്ചത് ഞാനെന്ന ഒരു വിഷയത്തിലേക്കാണ്. അതുകൊണ്ടാണ് എൻ്റെ എന്ന് പറയാൻ കാരണം. അതിലേക്കാണ് ജീവൻ,
ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം, ശരീരം. ഈ അഞ്ചിനെയും ഘടിപ്പിച്ചാണ്. ഇപ്പൊ ഇതഞ്ചും ആരല്ല? ഞാനല്ല. ജീവൻ പോലും ആരല്ല? ഞാനല്ല. അല്ലെ, എന്റെ ജീവൻ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് 5 പേരും ഞാനല്ല. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം കൊടുത്താലോ തടിച്ചാലോ ക്ഷീണിച്ചാലോ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇഷ്ടമൊന്നും വരുന്നില്ലല്ലോ. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇത് ആർക്കാ ബാധിക്കുന്നത്? ശരീരത്തെ അല്ലേ? ഒരു ശിശുവായിരുന്നപ്പോഴത്തെ അതേ ഞാൻ തന്നെയാണ് ബാലനായിരുന്നപ്പോൾ. ഈ ബാലനായിരുന്നപ്പോഴത്തെ അതേ ഞാൻ തന്നെയാണ് യുവാവായത്. യുവായിരുന്നപ്പോഴത്തെ അതേ ഞാൻ തന്നെയാണ് വൃദ്ധനായപ്പോഴും. ഈ ഞാന് മാറ്റമുണ്ടോ? ഇല്ല. മാറുന്നത് എന്താണ്? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇതൊക്കെ മാറും. പക്ഷെ മാറ്റമില്ലാത്ത ഒരാൾ ആരാണ്? ഞാൻ. എനിക്ക് മാറ്റമൊന്നുമില്ല. അതുപോലെ ശരീരം എത്ര കൊടുത്തു പിടിച്ചാലും ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ഥൗല്യത, കാർശ്യത, കൃഷ്ണമാകുക, ക്ഷീണിച്ചിരിക്കുക, വ്യാധികൾ, രോഗങ്ങളൊക്കെ ആരെയാ ബാധിക്കുന്നത്? ശരീരത്തെ. എല്ലാ രോഗവും ആരെ ബാധിക്കും? ശരീരത്തിനാണ് ബാധിക്കും. ഈ മരുന്നൊക്കെ കഴിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ശരീരത്തിന് വേണ്ടിയാണ്. അല്ലാതെ ആത്മാവിനോ ജീവനോ മനസ്സിനോ വേണ്ടിയാണ് ഒന്നുമല്ല. ഇപ്പൊ കഷ്ടിച്ച് മനസ്സിന് രോഗം വന്നാൽ ചികിത്സിക്കാൻ ചില മനോരോഗ വിദഗ്ധന്മാരുണ്ട്. ബുദ്ധിക്ക് രോഗം വന്നാലോ? അങ്ങനെ ഒരാൾ ഇതൊരു കണ്ടതാണ്, ഒരു സ്പെഷ്യലിസ്റ്റ്. ബുദ്ധിക്ക് ചികിത്സിക്കാൻ വേണ്ടി നിങ്ങളുടെ ബുദ്ധി കുറവാണെങ്കിൽ കൂട്ടിത്തരാം, ബുദ്ധിക്ക് എന്തെങ്കിലും കേടുപാട് ഇല്ല, ഉണ്ടാവില്ല. കഷ്ടിച്ച് മനസ്സിലായി. അപ്പം ആദിവ്യാധികളൊക്കെ എവിടെയാ വരിക? ശരീരത്തിനാണ്. ആർക്കല്ല? അതിനപ്പുറത്തേക്ക് വരില്ല. ഇത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ അതുപോലെ ക്ഷുത്ത്, വിശപ്പ് ആർക്കാ ഉള്ളത്? ശരീരത്തിനാണ്. എന്തല്ലോ എൻ്റെ ശരീരത്തിൽ എൻ്റെ വയറ് വിശക്കുന്നു എന്നാ പറയുക. ഞാൻ വിശക്കുന്നു ആർക്കെങ്കിലും പറയുമോ? എനിക്കാണ് വിശപ്പ്, എൻ്റെ വയറിനാണ് വിശപ്പുള്ളത്. അതുകൊണ്ട് ക്ഷുത്ത്, ഭയം എന്തിനാണ്? ശരീരത്തിനാണ്. ദേഷ്യം വരുന്നതും ആഗ്രഹം വരുന്നതും ഒക്കെ എന്താണ്? ശരീരത്തിന്റെ ഭാവമാണ്, ഇന്ദ്രിയങ്ങളുടെ ഭാവമാണ്, മനസ്സിന്റെ വൃത്തിയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയില്ല. ഇതൊക്കെ ശരീരത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും ബുദ്ധിയും ഒക്കെ മാത്രമേ ബാധിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള ഞാനെന്ന ആത്മസത്തയിലേക്ക് ഇത് ബാധിക്കില്ല. നന്നാക്കേണ്ടത് ഈ ഞാനെയാണ്. ആരെയല്ല? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അല്ല നന്നാക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വേണ്ടത് ഈ ആത്മബോധത്തെ വളർത്തി 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 നന്നാക്കി കൊണ്ടുവന്നാൽ ബുദ്ധിയും വികസിക്കും, മനസ്സും ശാന്തമാകും, ഇന്ദ്രിയങ്ങളുമാണ്. ഇതുണ്ടാകുന്നത്. ഇതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അല്ലേ? ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഡെവലപ്പ് ഉണ്ടാവേണ്ടത് ആത്മാവിനാണ്, ആർക്കല്ല? മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കല്ല. ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? സ്കില്ലുകളാണ്. ആരുടെ? ഇന്ദ്രിയങ്ങളുടെ സ്കില്ലുകൾ. ഡെവലപ്മെന്റുകൾ ആർക്കുണ്ടാകണം? ഇന്ദ്രിയങ്ങൾക്കുണ്ടാകണം. എത്ര നേരത്തേക്കാണ്? ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം. അത് കഴിയുമ്പോൾ ഈ സ്കില്ല് പോകും. ഒരു സ്കില്ലും സ്ഥിരമായിട്ടും എന്ത് ചെയ്യത്തില്ല? ഇന്ദ്രിയങ്ങൾ നിൽക്കില്ല. അത് കുറച്ചേക്ക് മാറും, മറ്റൊന്നാകും, മറ്റൊന്നാകും, മറ്റൊന്നാകും. ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് എന്താ കാര്യം? ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? താനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഈ സ്കില്ലുകൾ വളർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. എന്താണ് പേഴ്സൺ? ആരാണ്? ഞാൻ. ആരാണ് ഞാൻ? ജീവനല്ലാതെ കണ്ടില്ലേ? പിന്നെ ആരാണ്? ഈശ്വരൻ എന്ന അഹംബോധം, ആത്മതത്വം. അതിനെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അതിനാണ് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ സഹസ്രനാമത്തിലും നാമജപത്തിലും കീർത്തനങ്ങളിലും പങ്കെടുത്ത് ഇവിടുന്ന് കേൾക്കുന്ന കഥകൾ അറിയുമ്പോൾ ഡെവലപ്പാകുന്ന ആരാണ്? ഞാനാണ്. ആത്മബോധത്തോടെ ഇത് വളർന്നു വന്നാൽ ബാക്കിയൊക്കെ തന്നെ വന്നത്. അതിനൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അഹങ്കാരം വരുന്നതും ദുഃഖം വരുന്നതും ഇതെല്ലാം നമ്മൾ അഭിമാനത്തിന്റെ കാരണമാണ്. ഞാൻ ജീവനാണെന്ന് അഭിമാനിക്കണം. ഞാൻ ജീവനല്ല. ഇപ്പൊ കണ്ടില്ലേ? ഞാൻ ആരാണ്? ആത്മസ്വരൂപനായ ഈശ്വരനാണ് ഞാൻ. അത് നമുക്ക് തോന്നില്ല, അതിപ്പോൾ നമുക്ക് അറിയത്തുമില്ല. നമ്മുടെ ബുദ്ധിയിൽ ഇപ്പം ഇതുവരെയുള്ളൂ ജീവാത്മാവായ ഞാൻ വരെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടേക്കാണ് ഡെവലപ്പ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഈ രാജത്വവും ഭൃത്യത്വവും ഒക്കെ ആപേക്ഷികമാണ്. ഇപ്പൊ രാജാവായിട്ട് പദവി കയറിയിരിക്കുന്നില്ലേ? ഈ രാജപദവി പോയാൽ തിരിച്ച് താഴെ ഇറങ്ങി വരില്ലേ? താഴെ ഇറങ്ങി വന്നാൽ ആരെങ്കിലും മാനിക്കോ?
ബഹുമാനിക്കൊന്നുമില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ കാണും ഓട്ടോ ഓടിച്ച് പറമ്പൊക്കെ കളിച്ച് നടന്ന ഒരു തൊഴിലാളി. അയാൾ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചു, ജയിച്ചു, മെമ്പറായി, മുകളിലേക്ക് പോയി, MLA ആയി, MP ആയി, ഒരു മന്ത്രിയായി. പിന്നെ അയാളെ കണ്ടാൽ എന്ത് ചെയ്യും? 2 കൈ കൂപ്പി ഒന്ന് വന്നു. കാരണം എന്താണ്? അയാളുടെ സ്ഥാനത്തെ ബഹുമാനിച്ചു. നമ്മുടെ സങ്കല്പം മാറി. എന്ത് മാറി? ഇയാൾ ആരാണ്? മന്ത്രിയാണെന്ന് സങ്കല്പിച്ചു. പിറ്റേ ദിവസം എന്തോ വഴക്കുണ്ടായി. ഇയാൾക്ക് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. മന്ത്രിയല്ല ഉണ്ടായി, MLA അല്ല, MP അല്ല, മെമ്പറും അല്ല. പഴയ പോലെ ഓട്ടോ ഓടിച്ച് പറമ്പ് വളർത്തി നടക്കുന്നു. അപ്പൊ തൊഴും. എന്താ കാരണം? സങ്കല്പം മാറി. അപ്പൊ ഈ സങ്കല്പവും ആണ് ഒരാളുടെ ബഹുമാനത്തിന് വിദ്വേഷത്തിനുള്ള കാരണം. എന്താണ്? വിദ്വേഷോ ബഹുമാനോ വാ സങ്കല്പാദേവ ജായതേ. വിദ്വേഷവും ബഹുമാനവും സങ്കല്പം കൊണ്ടാണ്. നമ്മെ കഷ്ടപ്പെട്ട് വളർത്തി, ഗർഭം ചുമന്ന് വളർത്തി, നമുക്ക് വേണ്ടതെന്ന് കൂടെ നിന്ന് പരിപാലിച്ച് വളർത്തി വിട്ട അമ്മയോട് നമുക്ക് എന്തുണ്ട്? ഒരടുപ്പമുണ്ട്, ഒരു ബന്ധമുണ്ട്. അമ്മ എന്ന് പറയുന്ന ഭാവത്തിൽ ചേർന്ന് ഈ അമ്മ ഒരു ദിവസം നന്നായി ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞ് എൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിന്നാൽ അമ്മയെന്നുള്ള സങ്കല്പമാണ്. ഇതാരാണ്? ശത്രു. ഇനി അമ്മയെ കാണുന്ന ആരായിട്ടാണ്? ശത്രുവായിട്ടാണ്. എൻ്റെ സങ്കല്പത്തിൽ ഞാൻ മാറ്റിയില്ലേ? അമ്മ ആരായിട്ട് കണ്ടു? ശത്രുവായിട്ടുണ്ട്. ദേഷ്യപ്പെടാം, വഴക്കുണ്ടാക്കാം, തല്ലാം, അടിക്കാം, ഒക്കെ ചെയ്യാം. അല്പം കഴിയുമ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഇതെൻ്റെ അമ്മയാണ് വീണ്ടും നിശ്ചയിക്കും. അതിനെ ഇപ്പം നമ്മൾക്കില്ല. അപ്പൊ ഈ സങ്കല്പം എന്ത് ചെയ്യാം? മാറ്റി മറിക്കാം. അത് നമുക്കേ പറ്റുള്ളൂ. നമ്മുടെ സങ്കല്പത്തെ ഇഷ്ടാനുസരണം മാറ്റി മറിക്കാൻ നമുക്ക് മാത്രം ബാക്കി ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഹേ രാജാവേ, അന്നിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച രാജപദവിയൊക്കെ കുറച്ച് നാൾ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ മാറി താഴെ വന്നാൽ എന്നെ പോയാവില്ല. ഞാൻ നാളെ ഈ പലക്ക് കേൾക്കുന്ന ആരാകാം? രാജാവാം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തള്ളിലേറ്റി നടത്തുന്നതും ഭവാൻ. ഇതൊക്കെ എന്താണ്? വന്നു ചേരാം. അതുകൊണ്ട് ആർക്കും ഇതൊന്നും സ്ഥായിയല്ല. അതുകൊണ്ട് ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് എന്താണ് താഴെ ഇറങ്ങുന്ന എന്നെ വഴക്ക് പറഞ്ഞ എന്താ കാര്യം? ഈ രാജ്യത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഭരതന്റെ സംഭാഷണം അവിടെയാണ് ആരംഭിക്കുന്നത്. കാരണം മനസ്സാണ് സങ്കല്പത്തിന് കാരണം. അതുകൊണ്ട് മനസ്സിന്റെ ഭാവമായ ഈ സങ്കല്പത്തെ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റണം. മനസ്സ് ഉണ്ടാക്കിയെടുക്കലാണ് ഇതെല്ലാം. മനസ്സാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അച്ഛനാണെന്നും അമ്മയാണെന്നും അനുജനാണെന്നും ശത്രുവാണെന്നും മിത്രമാണെന്നും രാജാവാണെന്നും മന്ത്രിയാണെന്നും ഒക്കെ മനസ്സ് എന്ത് ചെയ്യാണ്? സങ്കല്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെയാണ് ഈ സംസാരവും നമ്മൾ സങ്കല്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വാസ്തവമല്ല. ഗുണാനുരക്തം വ്യസനായ ജന്തവോ. വിഷയങ്ങളോട് ആസക്തി കൂടിയാൽ ദുഃഖത്തിനാകാം. ക്ഷേമായ നൈപുണ്യമോ മനസ്യ. മനസ്സ് അതിൽ നിന്നും പിന്തിരിഞ്ഞാൽ അത് ക്ഷേമത്തിനായിട്ട് മാറും. യഥാ പ്രദീപവും ഗുണവക്തിമശ്നൻ ശിഖ സ്വധൂമ ഭജതി ഹി അന്യതത്വം. മനസ്സ് ഏത് ഗുണത്തോട് ചേരുമ്പോൾ എന്താകും? ദുഃഖം. മനസ്സ് കോപം എന്ന ഗുണത്തോട് ചേർന്നാൽ എന്തുണ്ടാകും? ദുഃഖം ഉണ്ടാകും. അല്ലേ? ദേഷ്യപ്പെടുന്നത് ഇഷ്ടമാണോ? അല്ല, നല്ല സുഖമാണ്. ദേഷ്യപ്പെട്ടതായെന്ന് പറയാറുണ്ട്. ഇല്ല, ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ വേണ്ടായിരുന്നു, ഇത്തിരി കഷ്ടമായിപ്പോയി എന്നൊക്കെ അത് തോന്നിക്കും. കാരണം എന്താണ്? അത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. അത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്യും? ഉണ്ടാകും. ഗുണത്തോട് ചേരുമ്പോൾ ദുഃഖമാകും. ഗുണത്തിൻ്റെ അപ്പുറത്ത് പോയാൽ, ഗുണാതീതനായാൽ അത് ക്ഷേമമാണ്, സുഖവുമാണ്. നെയ്യും തിരിയും ഇട്ട് വെള്ളത്തിരിക്കാം. വറ്റുണ്ടാകുന്ന നിറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, തിരിയിട്ട് കത്തിച്ചു. അങ്ങനെ കത്തിക്കുമ്പോൾ അഗ്നിയും വരും, പുകയും വരും. ഇല്ലേ? പുകയില്ലാതെ കത്തുമോ? പുക വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഈ പുക എനിക്ക് വേണ്ട, ഇന്ന് എൻ്റെ ശല്യമാണ്, അതുകൊണ്ട് പുകയില്ലാതെ തീ. ഇപ്പം അങ്ങനെ വരുന്നുണ്ട്. എന്താണ്? ആൾക്കാർ പുകയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? തീ കത്തിക്കാം. പക്ഷേ വിളക്ക് കത്തിക്കുമ്പോൾ എന്തുവരും? അതുകൊണ്ട് വ്യാസൻ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച ഉദാഹരണം വിളക്കാം. കാരണം ഇതിൻ്റെ തിരി കത്തിച്ചാൽ പുകയുണ്ടാകുന്നത് ഉറപ്പാണ്. ഇത് എരിഞ്ഞ് തീർന്നാൽ പുകയും തീരും, തീരും. പിന്നുണ്ടോ? ഇല്ല, രണ്ടുമില്ല. ഇത് രണ്ടും എന്ത് ചെയ്യും? അനുഭവിക്കുന്ന അത്രയും കാലം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തില്ല? രണ്ടുമില്ല, പുകയില്ല, തീയുമില്ല. സുഖവും ദുഃഖവും
അനുഭവകാലം പോയാൽ സമമില്ല എഴുത്തച്ഛൻ പാടും. ഈ സുഖദുഃഖങ്ങൾ അനുഭവകാലത്തിൽ മാത്രമേ ഉള്ളത്, പോയാൽ അത് തുല്യമാണ്. അതുപോലെ എല്ലാം എത്തിച്ചു തീർന്നാൽ പിന്നെ ശുദ്ധമായ സത്വഗുണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സത്വഗുണത്തിൽ അധിഷ്ഠിതമായി ഇരിക്കുമ്പോൾ അങ്ങേക്ക് ബോധ്യമാകും ഇതൊന്നും ഒരാളുടെ വ്യക്തിസത്ത തിരിച്ചറിയാൻ കാരണമല്ല എന്ന് ബോധ്യമാകും. ഗുണകർമ്മങ്ങളോട് ചേർത്താൽ മനസ്സിൽ ഓരോ വൃത്തികളുണ്ടാകും. അത് വേർപ്പെടുമ്പോൾ ആനന്ദത്തിലേക്ക് ലയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാവ് മനോവൃത്തികൾക്ക് സാക്ഷിയാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. വികാരങ്ങൾക്ക് അടിമപ്പെടുകയല്ല വേണ്ടത്, വിചാരം കൊണ്ട് വികാരത്തെ നിയന്ത്രിക്കണം. ഇപ്പൊ അങ്ങേക്ക് വികാരത്തെ അടിയായി, വിചാരം ഉണ്ടായില്ല. ഈ ശരീരം വാസ്തവത്തിൽ അസത്യമാണ്. കാരണം എന്താണ്? നശിച്ചു പോകുന്നതാണ്, ശീലത്താകുന്നതാണ്. ഭൂമിയുടെ രൂപമാറ്റമാണ് ശരീരം വാസ്തവത്തിൽ. കാരണം എന്താണ്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ അഗ്നിയിലോ മണ്ണിലോ വെളിയിലോ. അതുപോലെ കല്ലുപോലെ ശരീരം ജഡമാണ്. പൃഥ്വീവികാരമായ ശരീരത്തിന്റെ ഭാഗമായ ഈ ചുമല്, അതും വാസ്തവത്തിൽ എന്താണ്? സത്യമല്ലല്ലോ. ഇതുപോലെയാണ് ശരീരം പോലെ ഇതില്ല. ആ ചുമലിൽ വെച്ചിരിക്കുന്ന ഒരു തണ്ടില്ലേ, അത് സത്യമാണോ? അല്ല. അത് നാളെ എന്തെയും മാറ്റി. ഈ തണ്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കൊട്ടാരം പോലെ എന്തുണ്ട്? ഒരു പല്ലക്കുണ്ട്, അത് സത്യമാണോ? അല്ല. അത് നാളെ എന്തെയും വേർപെട്ട് നശിച്ച് ഉടഞ്ഞു പോകാനുള്ളതാണ്. ഇതൊന്നും വാസ്തവത്തിൽ സത്യമല്ല. മായ കൊണ്ട് ഈ പല്ലക്ക് അതിലിരിക്കുന്ന ഞാൻ, അത് സത്യമാണോ? അതിനകത്ത് രാജാവെന്ന് അഭിമാനിച്ചിരുന്ന താങ്കൾ സത്യമാണോ? അല്ല. എന്താണ്? ഈ രാജ്യത്ത് നടുസമയം പോകില്ലേ? അപ്പൊ ഇതിൽ ഏതാണ് സത്യം? അസത്യത്തിൽ ഭ്രമിച്ചിട്ടല്ലേ എന്നെ വഴക്കുറയാൻ പുറപ്പെട്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏതാ സത്യം? ഇങ്ങനെ രഘുഗണനെ ആത്മസത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല പല ഉപദേശം കൊണ്ട് ശ്രമിച്ചു. രഘുഗണ ഏത തപസാതി, ഇതൊന്നും തപസ്സുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. പിന്നെന്താണ്? നല്ല ഇജ്ജയ, യാഗമൊന്നും പറ്റില്ല. നിർവപണ ഗൃഹാദ്വ, വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയാലും ഇത് പറ്റില്ല. ഛന്ദസ, വേദം കൊണ്ടും പറ്റില്ല. നൈവ ജലാഗ്നിസൂര്യ, ജലാഗ്നിസൂര്യന്മാർ സേവിച്ചത് കൊണ്ടും പറ്റില്ല. ഇതെന്താണ്? വിനാ മഹത്പാദലോഭിഷേകം, സജ്ജനങ്ങളുടെ പാദം കഴുകിയ വെള്ളം ശിരസിന് അണിയുമ്പോൾ മാത്രമേ ഈ വിവേകം ഉണ്ടാവൂ. നമുക്ക് എത്ര ഭംഗിയായിട്ട് ദേവുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. വേദം പഠിക്കാനൊന്നും പോകണമെന്നില്ല, ഭാഗവതം മുഴുവൻ പഠിക്കാൻ പോകണമെന്നില്ല. ഇവിടെ വന്നിരുന്നാൽ മാത്രം സജ്ജനങ്ങൾ കുടിയിരുന്ന ഭംഗി വന്നിരിക്കുക. അവരുടെ കാലുകെടുക്കുന്ന തീർത്ഥം ഒന്നും സേവിക്കാൻ പറ്റില്ല. അങ്ങനെ ആയാൽ ഞാൻ ഇതൊന്നും അല്ല എന്നുള്ള വിവേകം തന്നെയുണ്ടാകും. അതാണ് ഇത്ര നാളും മെനക്കെട്ട് വന്നു ഇത്രയും സജ്ജനങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും 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 ഇത് പറയുന്നു. ഇവിടെ നിന്ന് ഇരുന്നാൽ മാത്രം മതി. ഇവിടെ വന്നിരുന്ന് ഉറങ്ങിപ്പോലും എല്ലാവരും കുഴപ്പമില്ല. അത് കഴിച്ച് ചെല്ലില്ല, എവിടെ നിന്ന് ഉറങ്ങിപ്പോലും വിളിച്ച്. ഭാഗവതം കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ലേ, വീട്ടിൽ ചെന്നാൽ പറ്റുമോ? ഭാഗവതം കേട്ടോണ്ട് ഉറങ്ങണേ എവിടെ വരണം? ഈ പത്രസഭയിൽ വന്നിരുന്ന് ഭാഗവതം കേൾക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഉറങ്ങിക്കോളും, ഒരു കുഴപ്പമില്ല. ഒന്ന് വീണ്ടും കേൾക്കുന്നത് എന്താണ്? ഭാഗവതമാണ്. ഈ ഭാഗ്യം വേറെ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് 10 മിനിറ്റ് ഉറങ്ങാൻ ഒരു കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ആർക്കും കുഴപ്പമില്ല. ഇത് വായിച്ചോളും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഭാഗവതം കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റുക, ഭാഗവതം കേട്ട് ഉണർന്നിരിക്കാൻ പറ്റുക. ഇതൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും മുടങ്ങാതെ സത്സംഗ രൂപത്തിൽ സജ്ജന സഭയിൽ വന്നിരിക്കണം. രഘുവിന് എടുക്കുന്ന ഉപദേശത്തിന് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്. വിനാ മഹത്പാദരജോഭിഷേകം, സജ്ജനങ്ങളിലെ പാദരജസ് കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അല്ലാതെ കണ്ട്, വേദം പഠിച്ചതുകൊണ്ട്, യജ്ഞം ചെയ്തതുകൊണ്ട്, അതേപോലെ എന്താണ് ദേവതകളെ ഉപാസിച്ചതുകൊണ്ട് ഒന്നും കിട്ടുന്നതല്ല. ഈ ഒരു വിവേകം കിട്ടുന്നത് സജ്ജന സംഗമം മാത്രമാണ്. അതുകൊണ്ട് രഘുഗണ ഇതൊക്കെ കളഞ്ഞിട്ട്, രാജാവാണെന്ന ഭാവം കളഞ്ഞിട്ട് ഏതെങ്കിലും സത്സംഗത്തിൽ പോയിരുന്ന് സജ്ജനങ്ങളുമായി കൂടിച്ചേർന്നാൽ നമുക്ക് ഇത്രയും നാളെ നമ്മൾ കണ്ട അമലൻ എന്ന് വിചാരിച്ച ഭരതനാണ് ആ ഉദ്ദേശിക്കുന്ന രഘുഗണൻ.
അപ്പോഴാണ് ഭരതന്റെ മഹത്വം ശരിക്കും നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ദീർഘമായ കുറേ ഉപദേശങ്ങളുണ്ട്. ഈ സംസാരം മുഴുവൻ ഒരു വലിയ വനമായി വർണ്ണിക്കുന്നുണ്ട്. സുന്ദരമായ ഒരു ഭാവനയാണ്, നല്ല രൂപകത്തിൽ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, എൻ്റെ സമയം ഏതാണ്ട് പൂർണ്ണമായി. ഇനിയും വായന നടക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണം. സ്വല്പമൊക്കെ ധർമ്മത്തെ പ്രായത്തെയും മഹതോഭയാകും. ഈ സത്രം കഴിയുമ്പോൾ ഒരു വാക്ക് കിട്ടിയാൽ അത് മഹത്തായ ജീവിത ഭയത്തിന് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കും. എല്ലാം അറിഞ്ഞിട്ടല്ല, പിന്നെന്താണ്, അല്പം അറിഞ്ഞാൽ മതി, അറിയുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ അനായാസമായിട്ടും സാധിക്കുമെന്ന് ഭാഗവതകഥ എത്രയോ തരത്തിൽ കൂടി സജ്ജനങ്ങളുടെ പാദം കടക്കുന്ന തീർത്ഥമാണ് ഏറ്റവും വലുത് എന്ന് ഭാഗവതത്തെ എത്ര കഥകൾ നമ്മെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കുക, ഇത് കേൾക്കുക, ചുറ്റിലിരിക്കുന്ന സജ്ജനങ്ങളുമായി ഇടപെടുക. ഇത് മാത്രം മതി നിങ്ങളുടെ ബുദ്ധിയും മനസ്സുമൊക്കെ നല്ല സമയത്തേക്ക് പോയി രഘുവിനെ പോലെ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനായിട്ട് നിങ്ങളെ സഹായിക്കും. അതാണ് ഇതിനുള്ള കഥയിലേക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് ഒരു മഹത്തായ സുഹൃതം കൊണ്ട് ഈ വർഷം ഈ സപ്താഹം സത്രമായി അനുഭവിക്കാൻ കഴിയുമ്പോൾ വിവിധ തരത്തിലുള്ള ആചാര്യന്മാരുടെ പലതരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേട്ട് ഓരോ വാക്കും മനസ്സിനുള്ളിൽ ഉറച്ചിരിക്കുക. അതിൻ്റെ പ്രസാദമാണ്. യജ്ഞപ്രസാദം അങ്ങനെ കിട്ടുകയുള്ളൂ, മറ്റൊന്നും ഇന്ന് കിട്ടുന്ന പ്രസാദം ഇന്നത്തേക്കേ പറ്റുള്ളൂ, നശിച്ചു. അവർ കിട്ടിയാലും നല്ല കിട്ടിയാലും പഴം കിട്ടിയാലും വരുന്ന വരെ ഇരിക്കുള്ളൂ. പക്ഷേ ഒരിക്കലും നശിക്കാതെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രസാദം ഈ കിട്ടുന്ന പ്രസാദമാണ്. അത് വാങ്ങിക്കൊണ്ടുപോകണം, അത് സൂക്ഷിച്ചിരിക്കണം. ഒരുപക്ഷെ നിങ്ങളൊക്കെ പറയും, ഭാരതം എന്ന് പറഞ്ഞൊക്കെ നന്നായി കൊള്ളാം, ശരിയാണ് എന്നൊക്കെ. ഇതൊക്കെ കേട്ട് തല വീട്ടി ചിരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി കഴിയും, ഇതെല്ലാം കാണുന്നത്. കാരണം ഇതൊന്നും നമ്മൾ വീട്ടിൽ കൊണ്ട് കേട്ടാൻ പറ്റില്ല. എന്തിയല്ല ഈ പറയുന്ന ഈ കഥകളൊന്നും വീട്ടിൽ കൊണ്ട് കെട്ടാൻ പറ്റില്ല എന്നില്ല. വീട്ടിൽ ചെന്നാൽ പിന്നെ ഇതിന് സ്ഥാനമില്ല. സ്ഥാനമില്ലാത്ത എന്തുകൊണ്ടാണ്? അവിടെ മൊബൈൽ ഫോണും അതിൻ്റെ അകത്ത് എന്താണ്, പിന്നെ വാട്സപ്പ്, പിന്നെന്താണ് പറയുന്നുണ്ട്. ഇത് നോക്കാൻ പോലും സമയം കിട്ടില്ല. അപ്പം പിന്നെ ഈ ഭാഗവതത്തിന് എവിടെയാണ് നേരം? അതുകൊണ്ട് പുറത്ത് കഴിയാൻ പറ്റിയ ആയുള്ളൂ ഭാഗവതം. അതിനെ കളഞ്ഞിട്ട് പോകാം, പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പൊക്കോളൂ. നാളെ പിന്നെയും ഒന്ന് എന്ത് ചെയ്യണം, ഇത് കഴിയണം. അടുത്ത ദിവസം എന്താ പ്രോത്സാഹനം പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോകണം. ഇത് നിരന്തരം കേൾക്കണം. ഒരു 100 പ്രാവശ്യം കേട്ടാൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ഉള്ളിൽ പറ്റത്തുള്ളൂ. 1 പ്രാവശ്യം നടക്കില്ല. അതേ സമയത്ത് എന്താണ്, ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ, പുസ്തകം വായിച്ചു പഠിക്കാതെ, ഗുരുക്കന്മാരെ പഠിപ്പിക്കാതെ നമ്മൾ പഠിച്ചു കിട്ടുന്ന കൂടെ ചീത്ത വാക്കുണ്ട്. ഇത് മാർക്കില്ല. ദേഷ്യം വരുമ്പോൾ ഒന്നിനു പറഞ്ഞ ഒന്നെല്ലാം തരും. 90 വയസ്സായ വൃദ്ധം വിചാരിച്ച് അയ്യോ ഞാൻ ചെയ്തു വിളിക്കാനുള്ള വാക്ക് നോക്കുമെന്ന് ആരും പറയാനില്ല. കാരണം അതിങ്ങനെ വന്നുകൊണ്ട് ഞാൻ മറക്കില്ല. അതേസമയത്ത് എന്ന് ചെല്ലുന്ന വിഷ്ണു സഹസ്രനാമത്തിന്റെ അടുത്ത വരി അമാനി മാനദോ മാനോ സ്വാമി. ഇത് ഞാൻ എന്നും എഴുതിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇതാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഗതി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ പറഞ്ഞത്. ഈ ചിത്രമൊക്കെ പറഞ്ഞില്ല. അത് 10 പ്രാവശ്യം കേട്ടു. ഇതാരും പറഞ്ഞു പഠിപ്പിച്ചല്ല, ഗുരുദാസന്മാർ പഠിപ്പിച്ചല്ല, പത്രത്തിൽ കേട്ട് പഠിച്ചതല്ല, അച്ഛനമ്മമാരോ പഠിപ്പിച്ചല്ല, പുസ്തകം നോക്കി പഠിച്ചതല്ല. വഴിക്ക് ആരോ ചീത്ത പഠിക്കുന്നത് കേട്ട് പഠിച്ച് 10-20 ചീത്ത വാക്കുണ്ട്. ആരും മറക്കില്ല. എത്ര മറയിൽ വന്നാലും ഇത് മറക്കില്ല. അൽഫമേഴ്സ് വന്നാലും ഈ വാക്ക് മറക്കില്ല. കാരണം ഇത് ഉള്ളിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മനുഷ്യ മനസ്സിന്റെ ദുർവാസനയുടെ പരിണതഫലമാണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, സദ്വാസനകളെ വളർത്തിക്കൊണ്ടെന്ന് അത് ജീവിതത്തിൽ ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടേ പറ്റുള്ളൂ. ചീത്ത വീണ്ടും വീണ്ടും കേൾക്കണമെന്നില്ല, ഒറ്റ ഭാഷയാണ് ഇതതുപോലെ. അതുകൊണ്ട് എവിടെയൊക്കെ സന്ദർഭം കിട്ടുമോ അവിടെ കറ്റുന്ന വീണ്ടും വീണ്ടും ഈ ഭാഗവത കഥകൾ കേട്ട് മനസ്സ് ഈ സംശുദ്ധമായി ഈശ്വരനിലേക്ക് അർപ്പിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഏകദേശം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ക്ഷമയോടെ എൻ്റെ ചെറിയ വാക്കുകൾ കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഈ ഭാരവാഹിക്ക് ഞാനിവിടെയാണ്, ഞാൻ ഇതിലക്കാരനല്ല, തൊഴിലാണെങ്കിൽ പോലും ഭഗവത്തിന് മുമ്പിൽ വന്നിരുന്ന് ഭാഗവതം പറയാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന ആചാര്യനായ മറ്റുള്ള എല്ലാ ആചാര്യന്മാർക്കും ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ വാക്കുകളുടെ ശ്രീഭഗവതിയുടെ പാദങ്ങൾ അനേകപൂർവ്വം അർപ്പിക്കട്ടെ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ